പഠിച്ചുകൊണ്ടിരിക്കുന്നത് മിസ്റ്ററി ഓഫ് ലോലെസ്നെസ്സാണ്. മിസ്റ്ററി ഓഫ് ഗോഡ്ലിനെസ് നമ്മൾ പഠിച്ചതാണ്. മിസ്റ്ററി ഓഫ് ലോലെസ്നെസ്, അതായത് അന്തിക്രിസ്തുവിനെ കുറിച്ച്. അന്തിക്രിസ്തു കടന്നു വരുന്നത് മിസ്റ്റീരിയസ് ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ എല്ലാവർക്കും അത് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മളത് ദൈവത്തിൻ്റെ വചനത്തിൽ എന്തൊക്കെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം നമ്മൾ മനസ്സിലാക്കിയേ പറ്റും. ഇതിൽ എന്നിങ്ങനെ ചിന്തിക്കുക ചെയ്താൽ, ഇപ്പോൾ ഈ ഇസ്രായേലിനെ കുറിച്ച് കർത്താവ് പറയുന്ന ഒരു കാര്യം, ഇത് ചിന്തിക്കുന്നതിന് മുമ്പായിട്ട് ജസ്റ്റ് ഇൻസിഡൻ്റൽ ആയിട്ടുള്ളൊരു തോട്ട്. ഈ ഹോശിയ 4 എടുക്കുമ്പോൾ, ഹോശിയ 4ന്റെ സ്റ്റാർട്ടിങ്ങിൽ അറിയാൻ സ്ഥലം നമ്മൾ ചിന്തിക്കാറുള്ളതാണ്. ഇസ്രായേൽ ജനമേ, കർത്താവിൻ്റെ അരുളപ്പാട് കേൾക്കൂ. ദേശത്തിലെ നിവാസികൾക്കെതിരെ കർത്താവിനൊരു ആരോപണമുണ്ട്. ദേശത്ത് വിശ്വസ്തതയോ ദയയോ ദൈവജ്ഞാനമോ ഇല്ല. ഇംഗ്ലീഷോട് നോക്കിയോ. Hear the word of the Lord, you children of Israel. For the Lord brings a charge against the inhabitants of the land. There is no truth or mercy or knowledge of God in the land. അതെ, നമ്മളതിൽ പാപസ്വഭാവങ്ങൾ പറഞ്ഞേക്കുന്ന ഒരു കാര്യം, വിശ്വസ്തതയില്ല, ദൈവജ്ഞാനമില്ല, ആണയും കള്ളവും കൊലയും മോഷണവും വ്യഭിചാരവും ഉണ്ട് താനും. അപ്പം ഇതിൽ നമ്മൾ ചിന്തിക്കുന്ന കാര്യം, ദൈവം, അപ്പോൾ കർത്താവ് ഇസ്രായേലിനെതിരെ പറഞ്ഞ ഒരു ആരോപണം എന്ന് പറയുന്നത് ദേശത്ത് ദൈവജ്ഞാനം ഇല്ല എന്നുള്ളതാണ്. അപ്പം നമ്മൾ അതുകൊണ്ട് നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനം ഇല്ലെങ്കിൽ ഗോഡ് വിൽ ഓൾവേസ് ആ ഒരു ആരോപണം നമുക്കെതിരെ ഉണ്ടായിരിക്കും. അതിൽ പറഞ്ഞിരിക്കുന്നത്, ലിസൺ ടു ദി വേർഡ് ഓഫ് ദി ലോർഡ്, ഓ സൺസ് ഓഫ് ഇസ്രായേൽ, ഫോർ ദി ലോർഡ് ഹാസ് എ കേസ് അഗൈൻസ്റ്റ് ദി ഇൻഹാബിറ്റൻസ് ഓഫ് ദി ലാൻഡ്, because there is no faithfulness, kindness or knowledge of God in the land. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് നോളജ് ഓഫ് ദി ഗോഡ്, ഇപ്പോൾ നമ്മൾ 2 പീറ്ററിൽ പഠിക്കുന്നുണ്ട്. അതായത് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിനുള്ളത്, അത് നോളജ് ഓഫ് ദി ഗോഡ്. ദെൻ നമ്മൾ ചർച്ചിനെ കുറിച്ച് പഠിക്കുന്നിടത്ത് ചർച്ചിൽ 5-fold മിനിസ്ട്രി കൊടുത്തിട്ടുണ്ട്. അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, ഇടയന്മാരെന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൻ്റെ പർപ്പസ് പറഞ്ഞേക്കുന്നത് ശ്രദ്ധിച്ചല്ലോ. പർപ്പസ് പറഞ്ഞേക്കുന്നത് എഫേഷ്യൻസ് 4 4:13 അങ്ങനെ നാം എല്ലാവരും വിശ്വാസത്തിലുള്ള ഐക്യം നേടി ദൈവപുത്രനെ കുറിച്ചുള്ള അറിവ് സമ്പാദിച്ച് ക്രിസ്തുവിന്റെ പരിപൂർണതയിൽ എത്തി പക്വത ആർജിക്കും വരെ ഇത് തുടരും. വേഴ്സ് 13 ഇംഗ്ലീഷ് എടുത്ത് വെച്ചു. Of the faith and of the knowledge of the Son of God. The knowledge of the Son of God. നമ്മളെ സംബന്ധിച്ച് അറിയേണ്ട ഒരു കാര്യം, കർത്താവ് യേശുക്രിസ്തുവിന്റെ സ്വഭാവം, കർത്താവിന്റെ സ്വഭാവം ട്രൈയൂണിയൻ ഗോഡ്, സെയിം ഫാദർ, സൺ ആൻഡ് ഹോളി സ്പിരിറ്റ്, സെയിം ക്യാരക്ടർ, സെയിം സ്വഭാവം, എല്ലാത്തിലും എല്ലാ സത്തയിലും ഒന്ന് തന്നെയാണ്. അപ്പൊ ദൈവത്തെ കുറിച്ചുള്ള അറിവ് നമുക്കില്ലാതായാൽ കർത്താവിന് നമ്മളെ കുറിച്ചൊരു അക്യൂസേഷൻ ഉണ്ടായിരിക്കും. നമ്മൾ വായിക്കുന്നത്, ദി നോളജ് ഓഫ് ദി ഹോളി വൺ ഈസ് എന്താ? അണ്ടർസ്റ്റാൻഡിങ്. അപ്പം ദി നോളജ് ഓഫ് ദി ഹോളി വൺ. അപ്പം നമ്മളെ സംബന്ധിച്ച് ലോകത്തിൽ എന്തെല്ലാം കാര്യങ്ങളെക്കുറിച്ച് അറിവുണ്ടോ ഇല്ല പോലും, ദാറ്റ് ഈസ് സംതിങ് വിച്ച് വിൽ ഫിനിഷ് വിത്ത് യുവർ ഡെത്ത്. ബട്ട് ബിയോണ്ട് ദി ലിമിറ്റ്സ് ഓഫ് ഡെത്ത്, അല്ലെങ്കിൽ മരണത്തിനപ്പുറത്തേക്ക് നമ്മുടെ ഫെയ്റ്റ് തീരുമാനിക്കുന്നത് കർത്താവിനെ കുറിച്ചുള്ള പരിജ്ഞാനം, ദി നോളജ് ഓഫ് ദി ഹോളി വൺ ഉണ്ടെങ്കിൽ അതാണ് അണ്ടർസ്റ്റാൻഡിങ്. നമ്മൾ വേദക്കാരൻ്റെ ഉമ്മയിൽ പ്രത്യേകം ശ്രദ്ധിക്കുന്ന മത്തായിയുടെ സുവിശേഷത്തിൽ ആ ഹൃദയങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ദോസ് ഹു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ദോസ് ഹു ആർ നോട്ട് അണ്ടർസ്റ്റാൻഡിങ്. ദി അണ്ടർസ്റ്റാൻഡിങ് ഈസ് ഓൾവേസ് കമ്മിങ് ഫ്രം ദി നോളജ് ഓഫ് ദി ഹോളി വൺ. ഇപ്പം നമ്മൾ കർത്താവിനെ സ്തുതിക്കുന്നതിനെ കുറിച്ചൊക്കെ എഴുതിയേക്കുന്നിടത്ത്, അത് Psalm 47:7, അത് ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ, Psalm 47:7 വായിക്കുമ്പോൾ, For God is the King of all the earth. Sing praises with understanding. Sing praises with understanding. അപ്പോൾ പലപ്പോഴും നമ്മൾ മെനി ടൈംസ് വി ആർ സിംഗിങ് പ്രൈസസ് വിത്തൗട്ട് അണ്ടർസ്റ്റാൻഡിങ്. അല്ലെങ്കിൽ ആ പാട്ടിന്റെ ഭംഗിയോ അല്ലെ അതിന്റെ സൗന്ദര്യം എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അതിൽ നമ്മൾ ശ്രദ്ധിക്കുന്നു മെനി ടൈംസ്. അപ്പം നമ്മളെ സംബന്ധിച്ച് പ്രൈസ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുന്നത്, അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തിന്റെ വചനം കറക്റ്റായിട്ട് പഠിച്ചില്ലെങ്കിൽ നമ്മൾ ആ മിസ്റ്ററി ഓഫ് ലോലെസ്നെസ്സിലേക്ക് പോകും. കാരണം ലോലെസ്നെസ് എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് ദൈവവചന പ്രകാരം അല്ലാത്ത സിസ്റ്റം. ലോ ഈസ് ദി വേർഡ് ഓഫ് ദി ലോർഡ്. അപ്പോൾ
ലോലെസ്നെസ് ആണ് ഈ അന്തിക്രിസ്തുവിന് വഴിയൊരുക്കുന്നത്. നമുക്ക് കർത്താവിനെ കുറിച്ചുള്ള പരിജ്ഞാനം ഉണ്ടെങ്കിൽ നമുക്ക് അന്തിക്രിസ്തുവിനെ ചെറുത്ത് നിൽക്കാൻ പറ്റും, സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമുക്ക് ഇപ്പം തലമുറകൾ എടുത്താൽ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ഹിസ്റ്ററി എടുത്താൽ അവർ ദൈവത്തിൻ്റെ വചനം പഠിക്കാതിരുന്നപ്പോൾ എപ്പോഴും അവർ ബാക്ക് സ്ലൈഡ് ചെയ്തു പോയി. ദൈവത്തിൻ്റെ വചനം പഠിച്ചപ്പോൾ എപ്പോഴും ഉണർവുണ്ടായി, ദേശത്ത് അനുഗ്രഹം ഉണ്ടായി, ഐശ്വര്യം ഉണ്ടായി. നമ്മൾ പഠിക്കുന്നുണ്ട് യഹോശാഫാത്ത് ദൈവവചനം പഠിപ്പിച്ചു, എസ്ര ദൈവവചനം പഠിപ്പിച്ചു, ദെൻ യോശിയ രാജാവ് ദൈവത്തിൻ്റെ വചനം പഠിപ്പിച്ചു. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമുക്ക് അതുപോലെ തന്നെ നമ്മളൊന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമല്ല. ഇപ്പോൾ ലോകത്തിലെ കാര്യം എടുത്താൽ ഇപ്പോൾ ഒരു എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന ഒരു കൊച്ച് ആ എഞ്ചിനീയറിംഗിൻ്റെ പുസ്തകം പഠിച്ചില്ലേ അവൻ തോറ്റു പോകും. ഇപ്പം നേഴ്സിംഗിന് പഠിക്കുന്ന ആൾ നേഴ്സിംഗിൻ്റെ പുസ്തകം പഠിച്ചില്ലേ തോറ്റു പോകും. കെമിസ്ട്രി പഠിക്കുന്ന ആൾ കെമിസ്ട്രി പുസ്തകം പഠിച്ചില്ലേ തോറ്റു പോകും. അപ്പോൾ വി ഹാവ് ജോയിൻഡ് എ കോഴ്സ്, ഒരു സ്പിരിച്വൽ കോഴ്സ് ജോയിൻ ചെയ്തേക്കും. നമുക്കുള്ള പുസ്തകം ദൈവത്തിൻ്റെ വചന, അത് പഠിച്ചില്ലെങ്കിൽ എങ്ങനെ ഹൗ ക്യാൻ യു ഫേസ് ദി ജഡ്ജ്മെൻറ്റ്? ജഡ്ജ്മെൻ്റ് എക്സാം, ഇതിൻ്റെ എക്സാം എന്ന് പറയുന്നത് പേപ്പറിൽ എഴുതുന്ന എക്സാം അല്ല. നമ്മൾ പഠിച്ച കാര്യം ഹൗ ഫാർ വി പ്രാക്ടീസ്ഡ് എന്നുള്ളതാണ് ദി ഡേ ഓഫ് ജഡ്ജ്മെൻറ്റിൽ ദൈവം നോക്കുന്നത്. നമ്മൾ ചിന്തിക്കാറില്ല ട്രൈ ഫോൾഡ് ജഡ്ജ്മെൻറ്റ്, മനസ്സ വാച കർമ്മണ. മനസ്സ് ജഡ്ജ് ചെയ്യും, വാക്ക് ജഡ്ജ് ചെയ്യും, ദെൻ പ്രവൃത്തി ജഡ്ജ് ചെയ്യും. നമുക്കറിയാവുന്ന സ്ഥലങ്ങളാണ്, ഓർക്കുന്നോ? പ്രവൃത്തി ജഡ്ജ് ചെയ്യുന്ന എഴുതിയിരിക്കുന്ന എവിടെ? ഞാൻ പെട്ടെന്ന് ക്വിക്കായിട്ടൊന്ന്, കാരണം ഇത് എപ്പോഴും നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഇതാണ് അത്യുന്നതിനെ കുറിച്ച് നമുക്ക് ഉണ്ടായിരിക്കേണ്ട പരിജ്ഞാനം. കാരണം നമ്മുടെ വിചാരങ്ങൾ, നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ സംസാരം, ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ജഡ്ജ്ഡ്. അതുകൊണ്ട് സിലബസ് അനുസരിച്ച് പഠിച്ച് ഈ യജമാൻ്റെ അല്ലെങ്കിൽ വാട്ട് ഈസ് റിക്വയർഡ്, അതല്ലേ നമ്മളിപ്പോൾ പഠിക്കുന്ന അങ്ങനെയല്ലേ. ഒരു എസ്സേ പഠിച്ചാൽ അതെങ്ങനെ പുട്ട് ഫോർവേഡ് ചെയ്യാന്നുള്ളത് നമ്മൾ പഠിക്കുന്നത് അല്ലേ. സെയിം വേ നമ്മളിത് പഠിച്ച് എങ്ങനെ യജമാൻ്റെ മുമ്പിൽ നിൽക്കാന്നുള്ളതാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ജഡ്ജ്മെൻറ്റ്, പ്രവൃത്തി ജഡ്ജ് ചെയ്യുന്ന എഴുതിക്കുന്ന എവിടെയാണ്? 2 Corinthians 5:10. നമ്മൾ ഈ ശരീരത്തിലായിരിക്കും, എല്ലാം അറിയാവുന്ന സ്ഥലങ്ങൾ, ഈ ശരീരത്തിലായിരിക്കുമ്പോൾ ചെയ്ത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും തക്കവണ്ണം പ്രാപിക്കാൻ കർത്താവിന് മുമ്പിൽ നിൽക്കേണ്ട വരും. ഇത് എന്താ പറയുക, ഇന്നൊരാളോട് സംസാരിച്ചപ്പോൾ അങ്ങനെ പറയുക ദൈവമില്ല, വിധിയൊന്നുമില്ല. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറയുന്നത്, നിങ്ങൾ ദൈവമില്ല എന്ന് പറയുന്നതിൻ്റെ റീസൺ കാരണം വിത്ത് യുവർ ലൈഫ് സ്റ്റൈൽ യു ഫിയർ ടു ഫേസ് എ ജഡ്ജ്മെൻറ്റ്. അതുകൊണ്ടാണ് ദൈവമില്ല എന്നൊന്ന് വിശ്വസിച്ച് ഒരു ഫൂൾസ് പാരഡൈസിൽ ജീവിക്കുന്നത്. കാരണം അവർക്കറിയാം ഈ ലൈഫ് സ്റ്റൈൽ വെച്ച് ഒരു നീതിമാനായിട്ടുള്ള വിധിയാളനുണ്ടെങ്കിൽ അതിൻ്റെ മുമ്പിൽ നിൽക്കാൻ പറ്റില്ല എന്ന് അറിയാവുന്നവരാണ് ദൈവം ഇല്ലയെന്നും അങ്ങനെയുള്ള ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് പോകുന്നത്. കാരണം ദൈവം ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന് ഓട്ടോമാറ്റിക്കലി അതിൻ്റെ അതർ സൈഡ് അതായത് ജഡ്ജ്മെൻറ്റ്. ആ ജഡ്ജ്മെൻറ്റിൽ നമ്മുടെ ജീവിതം ജഡ്ജ്, പ്രവൃത്തി ജഡ്ജ് ചെയ്യും, ദെൻ സംസാരം ജഡ്ജ് ചെയ്യുന്ന എഴുതിക്കാൻ എവിടെ? മാത്യു 12 അതോടെ നോക്കിക്കോ. But I say to you that for every idle word men may speak, they will give account of it in the day of judgment. അതുകൊണ്ടാണ് നമുക്ക് കർത്താവ് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അടുത്ത സെന്റൻസ് വായിച്ചു. For by your words you will be justified, and by your words you will be condemned. അതുകൊണ്ടാണ് ഈ കാര്യം നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മുടെ സംസാരത്തിൽ മാറ്റം വരും. കാരണം യു ആർ ഗോയിങ് ടു സ്റ്റാൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദി ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ദി ലോർഡ്. അപ്പോൾ അതിൽ പറഞ്ഞേക്കുന്ന ഇങ്ങനെയാണ്, ഞാൻ നിങ്ങളോട് പറയുന്നു, തങ്ങൾ പറയുന്ന ഓരോ ശ്രദ്ധയില്ലാത്ത വാക്കിനും ന്യായവിധി ദിവസത്തിൽ മനുഷ്യർ കണക്ക് പറയേണ്ടി വരും. എന്നിട്ട് പറയുകയാണ്, നിന്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടും, നിന്റെ വാക്കുകളാൽ നീ ശിക്ഷിക്കപ്പെടും. കാരണം ഹൃദയത്തിന്റെ തികവിൽ നിന്നാണ് അധരങ്ങൾ വരുന്നത്. അപ്പം നമ്മുടെ സംസാരത്തിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ദി ഇൻസൈഡ് ക്വാളിറ്റിയുടെ ഒരു എക്സ്റ്റേണൽ എക്സ്പ്രഷനാണ്. അതുകൊണ്ടാണ് നിന്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടും, നിന്റെ വാക്കുകളാൽ നീ ശിക്ഷിക്കപ്പെടും. ദെൻ പ്രവൃത്തിയായി, വാക്കായി, ദെൻ ഹൃദയവിചാരങ്ങൾ ജഡ്ജ് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നത് എവിടെയാണ്? ഇത് മൂന്നെണ്ണം നമ്മൾ മറക്കാൻ പാടില്ല. കാരണം നമ്മൾ ഈ പരീക്ഷനെ ഫേസ് ചെയ്യാനുള്ളതാണ്. 1 Corinthians 4 അതിന് നോക്കാം. Therefore judge nothing before the time until the Lord comes, who will both bring to light the hidden things of darkness and reveal the counsels of the hearts. അതെ, ഹാർട്ട്സ്. അതുകൊണ്ട് നിർദ്ദിഷ്ട സമയത്തിന് മുമ്പ് കർത്താവ് വരുന്നത് വരെ വിധിക്കരുത്. അവൻ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നവ വെളിച്ചത്താക്കും, ഹൃദയ ലക്ഷ്യങ്ങൾ വെളിപ്പെടുത്തും. അപ്പോൾ ഓരോ മനുഷ്യനും ദൈവത്തിൽ നിന്ന് തനിക്കുള്ള പ്രശംസ ലഭിക്കും. നോക്ക്, നമ്മൾ ഇപ്പൊ യൂദാസ് ഓൾസോ ഈ ജഡ്ജ്മെന്റിനെ ഫേസ് ചെയ്യാനുള്ളതാ. യൂദാസ് അന്ന് പറഞ്ഞു, ഇത് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തുകൂടെ എന്ന്
യൂദാസ് പറഞ്ഞത് ഇത് ഡേ ഓഫ് ജഡ്ജ്മെന്റിൽ നിൽക്കേണ്ടി വരും. അപ്പോൾ യൂദാസ് പറഞ്ഞു ഇത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഹൃദയത്തിൽ എന്തായിരുന്നുള്ളത് ഡേ ഓഫ് ജഡ്ജ്മെന്റിൽ പുറത്ത് വരും. ഞാൻ യൂദാസിന്റെ എക്സാമ്പിൾ പറഞ്ഞെന്നുള്ളൂ നമ്മുടെ ജീവിതത്തിൽ. അതുകൊണ്ട് വി ഹാവ് ടു ബി വെരി കെയർഫുൾ വെൻ യു ആർ സ്പീക്കിംഗ്. കാരണം നമ്മുടെ ഹൃദയത്തിൽ ഒന്ന് വെച്ചിട്ട് വേറൊന്ന് പറഞ്ഞാൽ ഇതെല്ലാം റിവീൽഡ് ആകാൻ പോവുക. അപ്പൊ ഇത് ഈ ട്രൈഫോൾഡ് ഇത് അത്യുന്നതിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ദൈവത്തിന്റെ ജഡ്ജ്മെന്റ് സീറ്റിന്റെ മുമ്പിൽ നമ്മൾ നിൽക്കേണ്ട വരും. ദെൻ റോമൻസ് 14 അതോടെ ഒന്ന് റോമൻസ് 14:12 അതുകൊണ്ട് നാം എല്ലാവരും ദൈവത്തിന് മുമ്പിൽ കണക്ക് ബോധിപ്പിക്കേണ്ടവരാകുന്നു. ഹലോ സാർ, ഇതിനകത്ത് ആർക്കും ഒരു എക്സ്ക്യൂസ് ഇല്ല. നാം എല്ലാവരും ദൈവത്തിന് മുമ്പിൽ നിൽക്കണം എന്ന് അതിന് 10ാം സെന്റൻസിൽ പറഞ്ഞിട്ടുണ്ട്. 10ാം സെന്റൻസിൽ പറഞ്ഞിരിക്കുന്നത് നാം ഏവരും ഒരിക്കൽ ദൈവത്തിന്റെ വിധിപീഠത്തിന് മുമ്പിൽ നിൽക്കും. ഒന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ഫ്യൂച്ചർ ഇവന്റാ. എങ്ങനെയായിരിക്കും, ആര് കൂടെ ഉണ്ടായിരിക്കും എന്നൊന്നും നമുക്കറിയത്തില്ല, ആര് കാണുമെന്നുള്ളത് അറിയത്തില്ല. എന്താണേലും യു ഹാവ് ടു പാസ് ത്രൂ ഒരു ജഡ്ജ്മെന്റ്. ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പിൽ ഒരു ദിവസം ദൈവത്തിന്റെ വിധിപീഠത്തിന് മുമ്പിൽ നിൽക്കും. അവിടെ പറഞ്ഞേക്കുന്നതാണ് എന്തിനു വേണ്ടിയാണ് നിൽക്കുന്നത് എന്നുള്ളത് 12 പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് നാം എല്ലാവരും ദൈവത്തിന് മുമ്പിൽ കണക്ക് കൊടുക്കേണ്ടത്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ വായിച്ചപ്പോൾ സ്ട്രൈക്ക് ചെയ്തൊരു കാര്യമാണ്. ഈ മാർക്ക് 12 മർക്കോസിന്റെ സുവിശേഷം 12 വെറുതെ വായിച്ച് വെറുതെ നമ്മൾ ശ്രദ്ധിക്കാറില്ല. എന്നാലും 41 വായിക്കുമ്പോൾ അവൻ ഭണ്ഡാരത്തിനെതിരെ ഇരുന്നു. ജനങ്ങൾ ഭണ്ഡാരത്തിൽ പണം ഇടുന്നത് ശ്രദ്ധിച്ചു. ഓക്കെ, ഇംഗ്ലീഷിൽ വായിക്കും 12:41. Now Jesus sat opposite the treasury and saw how the people put money into the treasury. സോ എന്നുള്ളതിനേക്കാൾ ഇതിന് ഇച്ചിരി ടച്ചിങ്ങാണ്. പണം ഇടുന്നത് അവൻ ശ്രദ്ധിച്ചു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നാലും ഇതെല്ലാം കർത്താവിന്റെ മുമ്പിൽ കണക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ. അപ്പം ഹൗ വി ആർ യൂസിങ് അവർ മണി, ഹൗ വി ആർ പ്ലാനിങ് അവർ ലൈഫ്, എല്ലാത്തിനും ഒരു ദിവസം കണക്ക്. ഇത് കർത്താവിനെ കുറിച്ചുള്ള പരിജ്ഞാനം എന്ന് പറയുന്നത്. ഈ ഒരു പരിജ്ഞാനം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിൽ എല്ലാ കാര്യത്തിനും ഓട്ടോമാറ്റിക്കലി ദെയർ വിൽ ബി എ ബ്രേക്ക്. സംസാരിക്കുമ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, സംസാരം, ദെൻ ചിന്തകൾ. ഈവൻ ഇഫ് യു വാണ്ട് ടു തിങ്ക് ഗുഡ് തിങ്സ്, സംടൈംസ് അൺവാണ്ടഡ് തിങ്സ് വിൽ കം. അതുകൊണ്ടാണ് ഈ എന്താ പറയുന്നത്, ചിന്തകളെ കൺട്രോൾ ചെയ്യണമെങ്കിൽ അതൊരു എന്താ പറയുന്നത്, ഹെർക്കൂലിയൻ ടാസ്കാണ്. കാരണം ഹൃദയത്തിന്റെ തികവിൽ നിന്നാണ് ആത്തരങ്ങൾ സംസാരിക്കുന്നത്. അപ്പൊ ഇതില് നാവിനെ കൺട്രോൾ ചെയ്യാൻ മനുഷ്യന് പറ്റത്തില്ല. ഇറ്റ്സ് ഇമ്പോസിബിൾ ഫോർ എ ഹ്യൂമൻ ബീയിങ് ടു കൺട്രോൾ ഹിസ് ടങ് എന്ന് എഴുതിയിരിക്കുന്ന എവിടെയാണ്? മനുഷ്യന് അസാധ്യമാണെന്ന് എഴുതിയിരിക്കുന്നത് യാക്കോബ്. മനുഷ്യന് അസാധ്യം എന്ന് പറഞ്ഞിരിക്കുന്നത് കാരണം നമ്മൾ നാക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് ട്രൈ ചെയ്താൽ കൺട്രോൾ ആകുന്ന സാധനമല്ല ഇത്. നാക്ക് കൺട്രോൾ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഹൃദയം കൺട്രോൾ ചെയ്യണം. ഹൃദയം കൺട്രോൾ ചെയ്യണമെങ്കിൽ എന്താ പറയുന്നത്, ഈ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ചിന്തകൾ കൺട്രോൾ ചെയ്യണം. ചിന്തകൾ കൺട്രോൾ ചെയ്യണമെങ്കിൽ ദാറ്റ്സ് ഓൾസോ ബിയോണ്ട് അവർ എബിലിറ്റിയാണ്. ചിന്തകൾ കൺട്രോൾ ചെയ്യണമെങ്കിൽ നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കണം. ഹൃദയത്തെ ശുദ്ധീകരിക്കണം. എങ്ങനെ ശുദ്ധീകരിക്കുന്നു എഴുതിയിരിക്കുന്നു? അതെ, എങ്ങനെ വചനത്താൽ എങ്ങനെ ശുദ്ധീകരിക്കുന്നതെന്ന് പറയാം. അതോടെ നമ്മൾ അറിയണ്ട എങ്ങനെയാണ് സിനി വചനത്താൽ ശുദ്ധീകരിക്കുന്നത്. അല്ല, അത് നമ്മൾ അറിഞ്ഞു പറ്റും. നമ്മൾ പൊതുവെ ആൾക്കാർ വിചാരിക്കുന്നത് ബൈബിൾ വായിച്ച് പഠിച്ച്, അല്ലെ ബൈബിളിൽ ഇന്ന പോലെയൊക്കെ എഴുതിയിട്ടുണ്ട്, ഇന്ന സ്ഥലത്ത് ഇന്നത് എഴുതിയിട്ടുണ്ടെന്നുള്ളതാണ്. അതാണ് വചനത്താലിന്റെ ശുദ്ധീകരണം എന്നാണ് തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നത്. ദാറ്റ് ഈസ് എ കറക്റ്റ് വേർഡ്. നമ്മളെല്ലാം പഠിക്കുന്ന 1 Peter 1:22 കാരണം ഇപ്പോൾ John 15:3 എഴുതുന്നുണ്ട്, ബിക്കോസ് ഓഫ് യുവർ വേർഡ് വി ആർ ഓൾ ക്ലീൻ. നമ്മൾ അങ്ങനെ എന്നാൽ ഈ 1:22 വായിക്കുമ്പോൾ അതൊന്ന് വായിക്കാം. Since you have purified your souls in obeying the truth through the Spirit, in sincere love of the brethren, love one another fervently. അത് ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ ഒരു സംശയത്തിനും അവകാശമില്ല. എങ്ങനെയാണ് വചനത്താൽ ശുദ്ധീകരിക്കുന്നത്? അല്ലെങ്കിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഒരു യുവാവിന് എങ്ങനെ തന്റെ വഴികളെ സംശുദ്ധമായിട്ട് കാത്തു സൂക്ഷിക്കാൻ, ഹൃദയത്തിൽ ദൈവത്തിന്റെ വചനത്തെ സംഹരിച്ചുകൊണ്ട് തന്നെ. നമ്മളിതെല്ലാം നമുക്കൊരു റോങ് മെസ്സേജാണ് പലപ്പോഴും കിട്ടുന്നത്. ഈ ബൈബിള് നമ്മൾ ബൈഹാർട്ട് ചെയ്താൽ, അല്ലെങ്കിൽ ഹൃദയത്തിനുള്ളിൽ വചനം ഉണ്ടെങ്കിൽ
ക്ലീൻസ് ആകുന്ന അങ്ങനെ ഒരു ക്ലീൻസിങ് ഏജൻസി അല്ല. ക്ലീൻസിങ് നടക്കുന്നത് ഈ 22 ആണ്. നിർവ്യാജമായ സഹോദര സ്നേഹത്തിനായി സത്യത്തോടുള്ള അനുസരണം മൂലം ആത്മാക്കളെ ശുദ്ധീകരിച്ച് ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് കണ്ടോ. അപ്പൊ ഇതിനകത്ത് ഇതെല്ലാം വന്നു. ഒന്ന് സത്യത്തോടുള്ള അനുസരണം മൂലം സംഭവിക്കുന്നത്, അപ്പോൾ നേരെ ഹൃദയത്തിലേക്കായി. സത്യത്തോടുള്ള അനുസരണം മുഖാന്തരം ആത്മാക്കളെ ശുദ്ധീകരിച്ച് കഴിയുമ്പോൾ ഹൃദയത്തിൽ അതിന് ഇഫക്റ്റ് വരും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ദി മോർ വി ആർ ഒബീഡിയന്റ് ടു ദി വേർഡ്, യു വിൽ ബി ക്ലീൻസ്ഡ്. ദി മോർ വി ആർ ക്ലീൻസ്ഡ്, അവർ തോട്ട് ലൈഫ് വിൽ ബി മോർ ക്ലീൻ. ദി മോർ അവർ തോട്ട് ലൈഫ് ഈസ് ക്ലിയർ ആൻഡ് പ്യുവർ, അവർ വേർഡ്സ് വിൽ ബിക്കം സാങ്ക്ടിഫൈഡ് ആൻഡ് പ്യുവർ. ഇത് ബൈബിളിൽ ക്ലിയർ ആയിട്ട് വെളിപ്പെട്ടിരിക്കുന്ന ഒരു വഴിയാണ്. അപ്പം എൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് സത്യത്തോടുള്ള അനുസരണമാണ്. ആൻഡ് സത്യത്തോടുള്ള അനുസരണത്തിന്റെ അതിന്റെ മുമ്പുള്ള പിക്ചർ എന്താ? ടു നോ ദി ട്രൂത്ത്. അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തിന്റെ വചനം പഠിക്കുന്നത്. ദൈവത്തിന്റെ വചനം പഠിച്ചുകൊണ്ട് വചനം പഠിക്കാതെ ഈ മുമ്പോട്ടുള്ള ഒരു സ്റ്റെപ്പ് നടക്കത്തില്ല. വചനം പഠിച്ചു കഴിഞ്ഞാൽ ദി ബോൾ ഈസ് ഇൻ അവർ കോർട്ട്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, കർത്താവിനെ പ്രീതിപ്പെടുത്തി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഓരോ സ്റ്റെപ്പിലും മുമ്പോട്ട് പോകാൻ പറ്റും. പഠിക്കുന്ന വചനം അനുസരിച്ച് കഴിയുമ്പോൾ ഹൃദയം ശുദ്ധീകരിക്കപ്പെടും. ഹൃദയം ശുദ്ധീകരിക്കപ്പെടുമ്പോൾ നമ്മുടെ ചിന്തകൾ കൂടുതൽ പ്യുവറാകും. ചിന്തകൾ പ്യുവറാകുമ്പോൾ നമ്മുടെ അധരങ്ങളിൽക്കൂടെ വരുന്നത് കൂടുതൽ നല്ല കാര്യങ്ങളാകും. അധരങ്ങളിൽക്കൂടെ വരുന്നതായിരിക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മോസ്റ്റ്ലി പ്രവർത്തിക്കുന്നത്. അങ്ങനെയാണ് ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ദി സാങ്ക്ടിഫിക്കേഷൻ. ഇതാ കർത്താവ് പറഞ്ഞത്, വിത്തൗട്ട് സാങ്ക്ടിഫിക്കേഷൻ നോബഡി വിൽ സീ ദി ലോർഡ്. ഈ ഒരു പൊതുവെ നോക്ക്, നമ്മളൊരു ഡിസീവ്ഡ് വേൾഡിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം കർത്താവ് പറഞ്ഞു ഇത് കണ്ടെത്തുന്നവരോ ചുരുക്കമാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഇപ്പം ഇങ്ങനെ ഒരു ഗ്ലോബൽ ആൾക്കാർക്കുള്ള ഒരു പിക്ചറുണ്ട്. വലിയ ക്രൂരന്മാരായിട്ട് ജീവിച്ച കുറേ പേര് നരകത്തിൽ പോയി, ബാക്കി എല്ലാവരും സ്വർഗത്തിൽ പോയി, മനുഷ്യന്റെ ജഡ്ജ്മെന്റ്. പക്ഷെ കർത്താവ് പറഞ്ഞു ഇത് കണ്ടെത്തുന്നവരെ ചുരുക്കം. വലിയൊരു പുരുഷാരം കർത്താവിനെ പിൻപറ്റി, അവർ കർത്താവിനെ ഇട്ടിട്ട് പോയി. അല്ലെങ്കിൽ ഈ കറക്റ്റായിട്ടുള്ള കർത്താവിന്റെ വഴിയിൽ നിന്നാലേ കർത്താവിനെ തെറ്റിപ്പെടാൻ പറ്റത്തുള്ളൂ. കർത്താവ് പറഞ്ഞു ആ ദിവസം അനേകരും വന്ന് പറയും. ഒത്തിരി ദൈവിക അനുഭവങ്ങളുണ്ടായി. നമ്മളിപ്പം ഒരു പാരാഫ്രൈസ് ചെയ്ത് പറഞ്ഞാൽ ഒത്തിരി ദൈവിക അനുഭവങ്ങളുണ്ടായി, ഒത്തിരി നല്ല എന്താ പറയുന്നത് ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും ദൈവത്തിന്റെ എക്സ്പീരിയൻസും എല്ലാം ഉണ്ടായി. പക്ഷെ കർത്താവ് പറയുന്നത് ആയാൽ എൻ്റെ വചനങ്ങളെ കേട്ട് അത് അനുസരിച്ച് പ്രവർത്തിക്കുന്നവനാണ് എത്തിപ്പെടുന്നത് ആ ഇടുങ്ങിയ വഴിയിലൂടെ. കാരണം കർത്താവിന്റെ വഴി ഇടുങ്ങിയ വഴി. ആ വഴിയെ കുറിച്ച് കർത്താവ് പറഞ്ഞു അത് വഴി ഇടുങ്ങിയതും അത് അല്ലല്ല വഴി ഇടുങ്ങിയതാണ്. ഒരു കാര്യം കൂടെ കർത്താവ് ദുർഗമമാണ്. ദുർഗമം പോകാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഇത് ഇപ്പൊ കർത്താവിന്റെ പ്രസംഗം കേട്ടോണ്ടിരുന്ന വേറെ ഓർഡിനറി ആൾക്കാരല്ല, കർത്താവിന്റെ ശിഷ്യന്മാരാണ്. കാരണം എഴുതിയേക്കുന്ന അങ്ങനെയാ, ആ ശിഷ്യന്മാര് പിന്മാറിപ്പോയി അല്ലേ? ശ്രദ്ധിച്ചിട്ടില്ലേ? അപ്പൊ അവര് ശിഷ്യന്മാരായിരുന്നു. അവർ കർത്താവിന് വേണ്ടി ജീവിക്കാൻ ഒരു തീരുമാനം എടുത്തവരാണ്, കർത്താവിനെ പിൻപറ്റാൻ തീരുമാനിച്ചവരാണ്. ബട്ട് ഒരു സ്റ്റേജ് ആയപ്പോൾ ദേ ഫൈൻഡ് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട്. കാരണം കർത്താവിന്റെ മാർഗം ഇത് ഒരു ഓർഡിനറി ഒരു മനസ്സിനെ നോക്കുമ്പോൾ ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നത്തുള്ളൂ. എന്നാൽ യോഹന്നാൻ പറഞ്ഞു ഹിസ് കമാൻഡ്മെന്റ്സ് ആർ നോട്ട് ബർഡൻസം. കർത്താവൻ പറഞ്ഞു എൻ്റെ മുഖം വഹിക്കാൻ എളുപ്പമാണ്. കാരണം ഇത് നോക്ക്, പൗലോസ് പറഞ്ഞു ഞാൻ എന്തായിരിക്കുന്നത് ദൈവകൃപയാല അല്ലേ? നമുക്ക് ദൈവകൃപ കിട്ടാനായിട്ട് പല കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. നമുക്ക് വിനീത കൃപ വർഷിക്കുന്നു, അഹങ്കാരികളെ എതിർക്കുന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ നമുക്ക് ഹൗ ഫാർ വി ആർ ഹംബിൾ എന്നുള്ളതൊന്നും നമുക്ക് കറക്റ്റ് അറിയത്തില്ല. അറ്റ് ദി സെയിം ടൈം ഈ ദൈവകൃപയെയും വേറൊരു നമുക്ക് മനസ്സിലാകുന്ന ഒരു ലാംഗ്വേജ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഏതാന്ന് പറയാം. കാരണം നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് ജീവിക്കുന്ന ബൈ ദി ഗ്രേസ് ഓഫ് ദി ലോർഡ്, അല്ലാതെ പറ്റില്ല. ഹൗ വി വിൽ ഗെറ്റ് ഗ്രേസ് എന്ന് പല സ്ഥലത്ത് പലത് എഴുതിയിട്ടുണ്ട്. ഒന്നെഴുതിയേക്കുന്ന ഇതാണ്, ദൈവം വിനീതർക്ക് കൃപ വർഷിക്കുന്നു, അഹങ്കാരികൾക്ക് എതിരാണ്. ഈ ഒരു വചനം മറക്കരുത്. എഫേഷ്യൻസ് 6 ലാസ്റ്റ് വേർഡ് അങ്ങനെ ഓർത്തിരുന്നാൽ മതി. എഫേഷ്യൻസ് 6 ലാസ്റ്റ് വേർഡ് അങ്ങനെയൊക്കെ ഓരോ ടെക്നിക്കൽ പ്രയോഗിച്ച് ഓരോ വചനം ഓർത്തിരിക്കുന്നു. അത് വായിച്ചു. Grace be with all those who love our Lord Jesus Christ in sincerity. In sincerity. അത് നമുക്ക് പല ട്രാൻസ്ലേഷൻസ് നോക്കാം. ഇതിനകത്താണെങ്കിൽ അക്ഷയമായ സ്നേഹത്തോടെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും കൃപയുണ്ടായിരിക്കട്ടെ. ദെൻ ഒരു NIV നോക്കാം.
Grace to all who love our Lord Jesus Christ with an undying love. Undying love. ഇതിനാ അവസാനം അല്ല സത്യവദോസോടെ വായിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ അക്ഷയമായി സ്നേഹിക്കുന്ന എല്ലാവരോടും കൂടെ കൃപ ഇരിക്കുമാറാകട്ടെ. അതെ, അൺഡൈയിങ് തന്നെ, അക്ഷയം. നമ്മുടെ സ്നേഹം എങ്ങനെയാണെന്ന് ചിന്തിച്ച് നോക്കി. അതായത് കൃപ നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് കർത്താവിനോടുള്ള കമ്മിറ്റ്മെന്റ് എങ്ങനെയായിരിക്കണം? അൺഡൈയിങ് എന്ന് പറഞ്ഞാൽ ഒരു ഓൾമോസ്റ്റ് അതിനെക്കാട്ടിയുടെ, അതായത് നീതിമാന്റെ പാത ഉദയസൂര്യന്റെ പാത പോലെയാണ്. കർത്താവിനോടുള്ള സ്നേഹത്തിൽ വർദ്ധിച്ചു വരുന്നതനുസരിച്ച് നമുക്ക് കൃപ വർദ്ധിച്ചു വരും. കൃപ വർദ്ധിച്ചു വരുന്നതനുസരിച്ച് ക്രിസ്ത്യൻ ലൈഫ് ഈസിയാവും. അല്ലെ, പല ആൾക്കാരും പറയാറില്ല ഇതൊക്കെ ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പറയാറില്ല ആൾക്കാർ, നമ്മൾ തന്നെ പറഞ്ഞു കേട്ടിട്ടില്ലേ ഇത് ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആർക്കും ബുദ്ധിമുട്ട്? ദി ഓൺലി റീസൺ കർത്താവിനെ സ്നേഹിക്കാത്തവർക്ക് ബുദ്ധിമുട്ട്. കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് അബണ്ടന്റ് ഗ്രേസ് കിട്ടും. അബണ്ടന്റ് ഗ്രേസ് കിട്ടിക്കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. ഇറ്റ്സ് നത്തിങ്. കാരണം ഈവൻ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും, അറ്റ്ലീസ്റ്റ് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഈ കർത്താവ് ക്രൂശിക്കപ്പെട്ട കാര്യം ആലോചിച്ചു. കർത്താവ് ഒരു തെറ്റും ചെയ്തിട്ടില്ല. കർത്താവ് ഒരു കംപ്ലൈൻറ്റും കൂടാതെ ആ സ്കോർജിങ് ഫേസ് ചെയ്തു, ഇതെല്ലാം ഫേസ് ചെയ്തു, കുരിശിൽ കൈവച്ച് കൊടുത്തു, ഒരു മർമറിങ്ങില്ല. അവരോട് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിച്ചു. ഹൗ ഇറ്റ് വാസ് പോസിബിൾ ഇൻ ഹിസ് ലൈഫ് എഴുതിയിട്ടുണ്ട്. എങ്ങനെയാന്ന് പറയാം? ഇതൊക്കെ ക്രൂഷ്യൽ വേർഡുകൾ അറിയില്ല എന്ന് പറയാൻ ഭയങ്കര കഷ്ടമാണ്. കർത്താവിന് എങ്ങനെ ക്രൂശ് സഹിക്കാൻ പറ്റി? ഓക്കെ, ഇതൊക്കെ നമുക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് വി ആർ വെരി, നമുക്ക് ഈ അതേ പറഞ്ഞത് ഈ കർത്താവിൻ്റെ ഒരു ആരോപണമുണ്ട്. ഹീബ്രൂസ് 2:10 വായിക്കുമ്പോൾ ഒരു സെക്കൻഡ് ടുവിൻ്റെ ദൈവകൃപയാൽ ഉള്ള വേണ്ടതാ. അതല്ലേ കറക്റ്റ്. അന്ന് വായിച്ചോ, ഇംഗ്ലീഷിൽ നിന്ന് വായിച്ചാൽ. But we see Jesus, who was made a little lower than the angels, for the suffering of death, crowned with glory and honor, that he, by the grace of God, might taste death for everyone. By the grace of God he tasted death. Otherwise, humanly speaking, it's impossible. കർത്താവ് കടന്നുപോയ കഷ്ടങ്ങൾ. അപ്പോൾ നമ്മൾ ആലോചിച്ചു, കർത്താവ് എന്നാൽ ദൈവകൃപയാൽ യേശു എല്ലാവർക്കും വേണ്ടി മരിക്കാൻ അല്പകാലത്തേക്ക് മാലാഖമാരേക്കാൾ താഴ്ത്തപ്പെട്ടെങ്കിലും മരണത്തിന് വിധേയനാകിയാൽ മഹിമയും ബഹുമാനവും കിരീടവും ചൂടിയിരിക്കുന്നതായി നാം കാണുന്നു. അത് സത്യവദോസോടെ നോക്കിയാൽ. എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിക്കുവാൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്ന. അതായത് ദൈവകൃപയാലാണ് ഹി വാസ് ഏബിൾ ടു. അപ്പൊ അതിന്റെ പവർ ഒന്ന് ആലോചിച്ച് നോക്ക്. സോ ദി ഗ്രേസ് ഓഫ് ഗോഡിന്റെ പവറാണ് നമ്മൾ അതിൽ നിന്ന് ചിന്തിക്കേണ്ടത്. ബൈ ദി ഗ്രേസ് ഓഫ് ഗോഡ് ഹി വാസ് ഏബിൾ ടു ഫേസ് ദി ഡെത്ത്, മോസ്റ്റ് അൺലോഫുൾ ക്രൂസിഫിക്കേഷൻ, എക്സിക്യൂഷൻ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ അനീതി കിട്ടിയിട്ടുള്ളത് കർത്താവായ യേശു ക്രിസ്തുവിനാണ്. കാരണം ബാക്കിയുള്ളവരെല്ലാം എന്ത് ശിക്ഷയും കിട്ടാൻ യോഗ്യരാണ്. കർത്താവ് ഒരു പാപവും ചെയ്തിട്ടില്ല, പാപം അറിഞ്ഞിട്ടില്ലാത്ത ആള്. ഹൗ ഇറ്റ് വാസ് ഏബിൾ ഫോർ ഹിം, ഇറ്റ് വാസ് ബൈ ദി ഗ്രേസ് ഓഫ് ദി ലോർഡ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് കർത്താവിന് ക്രൂശ് സഹിക്കാൻ മാനുഷിക, ബിക്കോസ് ഈ ഹെവൻലി ആറ്റിറ്റ്യൂഡ്സ് എല്ലാം സെറ്റപ്പാർട്ട് ചെയ്തിട്ട് മനുഷ്യനായിട്ട് വന്നതുകൊണ്ട് ഒരു മനുഷ്യനെ എങ്ങനെ ഫേസ് ചെയ്യാൻ പറ്റുമോ അങ്ങനെ മാത്രമേ കർത്താവിന് ഫേസ് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് കാരണം അല്ലെങ്കിൽ നമുക്ക് എക്സാമ്പിൾ ആകാൻ പറ്റത്തില്ല കർത്താവിന്. കാരണം കർത്താവിൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചോ അതെല്ലാം നമുക്ക് എല്ലാവർക്കും സാധ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ കർത്താവ് ചെയ്തുള്ളൂ. അതുകൊണ്ടാണ് നമുക്കൊരു മാതൃകയായിരിക്കുന്നത്. അപ്പോൾ കർത്താവിന് ക്രൂശ് സഹിക്കാൻ സാധ്യമായത് ദൈവകൃപയാല. ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് ഹിസ് ലവ് ഓഫ് ഗോഡ്. ദൈവത്തെ സ്നേഹിച്ചിരുന്നതുകൊണ്ട് കർത്താവിന് അബണ്ടന്റ് ഗ്രേസ് കിട്ടിക്കൊണ്ടിരുന്നു നമ്മുടെ ജീവിതത്തിൽ. അതെ, ഈ ജോൺ 6:29 വായിക്കുമ്പോൾ, ജോൺ 6:29 അല്ല 10 ജോൺ 10:29 വായിക്കുമ്പോൾ അതെ 6
8:29 വായിക്കുമ്പോൾ ഇംഗ്ലീഷ് വായിക്കും. And he who sent me is with me. The Father has not left me alone, for I always do those things that please him. എന്നെ അയച്ചവൻ എൻ്റെ കൂടെയുണ്ട്. അവൻ എന്നെ തനിയെ വിട്ടിട്ടില്ല, കാരണം അവന് പ്രീതികരമായിട്ടുള്ളത് ഞാൻ എപ്പോഴും ചെയ്യുന്നു. ഇത് പറഞ്ഞപ്പോൾ അനേകർ അവനിൽ വിശ്വസിച്ചു. കാരണം കർത്താവ് ഇത് ഹ്യൂമൻലി സ്പീക്കിംഗ്, കാരണം ഈ കർത്താവ് പറഞ്ഞതിനെ ആരും അവിശ്വസിച്ചില്ല. അതുകൊണ്ടാണ് ഇത് പറഞ്ഞപ്പോൾ അനേകർ കർത്താവിൽ വിശ്വസിച്ചത്. കർത്താവ് ഒരു സ്ഥലത്ത് ചോദിക്കുന്നില്ലേ, ആർക്ക് എന്നിൽ പാപബോധം, എന്നെക്കുറിച്ച് കുറ്റം ആരോപിക്കാൻ കഴിയും? ആർക്കൊന്നും ആരോപിക്കാൻ കഴിഞ്ഞില്ല. കർത്താവിൻ്റെ ശത്രുക്കൾക്കൊന്നും ആരോപിക്കാൻ കഴിഞ്ഞില്ല. അല്ലെങ്കിൽ അപ്പം ഈ കർത്താവിന് അബണ്ടന്റ് ഗ്രേസ്, അല്ലെങ്കിൽ കുരിശ് സഹിക്കാൻ പോലും പോസിബിൾ ആയിട്ടുള്ള കൃപ കിട്ടാൻ കാരണം അവൻ എന്നെ തന്നെ വിട്ടിട്ടില്ല, കാരണം അവന് പ്രീതികരമായിട്ടുള്ളത് ഞാൻ എപ്പോഴും ചെയ്യും. നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. അറ്റ്ലീസ്റ്റ് മനുഷ്യരാവെ ഒരു സിൻസിയർ ഡിസയർ ഉണ്ടായിരുന്നു. സിൻസിയർ ഡിസയർ എന്തിനുള്ള ഡിസയറാണ്? അതായത് കർത്താവിന് പ്രീതികരമല്ലാത്ത ഒന്നും ഞാൻ ചെയ്യില്ല എന്ന് ഒരു സിൻസിയർ ഡിസയർ ഉണ്ടെങ്കിൽ മാറ്റം വരും. അല്ല പെട്ടെന്നൊന്നും ഇത് പെട്ടെന്ന് കീഴടങ്ങുന്ന സാധനമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജഡത്തിലാണ് ജീവിക്കുന്നത്. ഈ ജഡം ഈസ് ഓൾവേസ് ഫൈറ്റിംഗ് അഗൈൻസ്റ്റ് സ്പിരിച്വൽ തിങ്സ്. ഇത് ഒരു ദിവസം പോലും നമുക്ക് റെസ്റ്റ് തരത്തില്ല. കാരണം ആത്മാവിൻ്റെ ഇംഗിതം ജഡത്തിൻ്റെ ഇംഗിതത്തിന് ഓപ്പോസിറ്റാണ്. ഇത് എപ്പോഴും ഓപ്പോസിറ്റ് ആയതുകൊണ്ട് അതിനകത്തൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്. പോൾ പറയുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തത്. എന്താ അങ്ങനെ പോൾ അങ്ങനെ പറയാൻ കാരണം? ഞാൻ ഒത്തിരി ചിന്തിച്ചിട്ടുണ്ട്. അതായത് പോൾ പറയാണ്, ആത്മാവിൻ്റെ ആഗ്രഹം ജഡത്തിൻ്റെ ആഗ്രഹത്തിനെതിരാണ്, ജഡത്തിൻ്റെ ആഗ്രഹം ആത്മാവിൻ്റെ ആഗ്രഹത്തിനെതിരാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തത്. അതെന്തെങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിക്കേണ്ട പോയിന്റാണ്. കാരണം ആ ഗലാത്യയിലെ 5 അധ്യായം അതിൻ്റെ 16 തുടങ്ങി വായിക്കുമ്പോൾ 16ഉം 17ഉം വായിക്കുമ്പോൾ ബാബു വായിക്കും. ഞാൻ പറയുന്നു, ആത്മാവിൽ വ്യാപരിക്കുക, ജഡത്തിന്റെ അഭിലാഷങ്ങൾ തൃപ്തിപ്പെടുത്താൻ യത്നിക്കരുത്. ജഡത്തിന്റെ അഭിലാഷങ്ങൾ ആത്മാവിനെതിരാണ്, ആത്മാവിന്റെ അഭിലാഷങ്ങൾ ജഡത്തിനെതിരാണ്. ഈ അഭിലാഷങ്ങൾ പരസ്പര വിരുദ്ധങ്ങളാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയാത്തത്. അപ്പൊ ഇങ്ങനെ നമുക്കൊന്ന് ചിന്തിച്ചുകൂടെ? അപ്പം പൗലോസ് പറയാം, അതുകൊണ്ടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തത്. എന്താ അതിന്റെ കൺക്ലൂഷൻ എന്താ? അതായത് നമ്മുടെ ആഗ്രഹം മുഴുവൻ ജഡത്തിന്റെ ആഗ്രഹം. അപ്പൊ വി ആർ കൺഫോംഡ് ടു ഫ്ലഷ്. നമ്മളെന്ന് പറയുന്നത് ഫ്ലഷാണ്, ജഡമാണ്. നമ്മൾ ജഡത്തിൽ വസിക്കുന്നു. നിങ്ങൾ ജഡത്തിൽ വസിക്കുന്നവരായതുകൊണ്ട്, സ്ഥലത്ത് എഴുതിയപ്പോൾ നിങ്ങൾ ജഡത്തിൽ വസിക്കുന്നവരായതുകൊണ്ട് ഓർക്കണം. നമ്മൾ ഇതിൽ ഓർത്താൽ മതി, നമ്മൾ ജഡത്തിൽ വസിക്കുന്നു. നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്നത് ജഡത്തിന്റെ ആഗ്രഹമാണ്. ആദാമിക് റേസ്, ദി ഫോളൻ ഹ്യൂമൻ റേസിന്റെ ആഗ്രഹം, നമ്മുടെ എല്ലാ ആഗ്രഹം ജഡത്തിന്റെ ആഗ്രഹമാണ്. ബട്ട് നമ്മൾ രക്ഷിക്കപ്പെട്ടേക്കുന്നതുകൊണ്ട്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉള്ളിൽ ഇരിക്കുന്നത് കൊണ്ട് എപ്പോഴും അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഫോഴ്സ് ചെയ്യുക. ദി മോർ യു ആർ ക്രൂസിഫൈങ് ദി ഫ്ലഷ്, ഈ ഒപ്പോസിഷൻ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കും. കാരണം നമ്മുടെ ഈ ജഡം എന്ന് പറയുന്നത്, ജഡത്തിന്റെ ശക്തി എന്ന് പറയുന്നത് അങ്ങനെ കുറഞ്ഞ ശക്തി ഒന്നല്ല. നല്ല എത്രയോ നമ്മൾ വായിക്കുന്നില്ല, എത്രയോ ശക്തന്മാർ, എത്രയോ ഭക്തന്മാർ വീണടിഞ്ഞു പോയതായി പാടിയിട്ട് നോക്ക്. ദേമാസ് പൗലോസിന്റെ കൂടെ നടന്ന ജീവിതാന്ത്യം വരെ ഓൾമോസ്റ്റ് അല്ലേ നമ്മൾ വായിക്കുന്ന കൊളോസി ലേഖനത്തിൽ അവിടെയൊക്കെ ദേമാസിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നുണ്ട്. പൗലോസിന്റെ കൂട്ടുജോലിക്കാരനാണ്. ബട്ട് അവസാനമായപ്പോഴത്തേക്കും പൗലോസിനെ വിട്ടുപോയി. ബർണബാസ് വിട്ടുപോയ പോലെ അല്ല. ബർണബാസ് വിട്ടുപോയത് സ്പിരിച്വലി ഡേഞ്ചറസ് അല്ല. കാരണം ഒരു അഭിപ്രായ വ്യത്യാസം പോയി, രണ്ടുപേരും കർത്താവിനെ സേവിച്ച് രണ്ടു വഴിക്ക് പോയി, ഇറ്റ്സ് ഓക്കെ. ബട്ട് ദേമാസ് വിട്ടുപോയത് ഈ ലോകത്തോടുള്ള സ്നേഹം നിമിത്തം വിട്ടുപോയി എന്ന് പറഞ്ഞാൽ ഈ ലോകത്തോടുള്ള സ്നേഹം ദൈവത്തോടുള്ള ശത്രുതയാണ്. അതായത് ദൈവത്തെ വിട്ടുപോയി എന്ന് അതിൻ്റെ അർത്ഥം ആലോചിച്ചത്. അപ്പം നമ്മളെ സംബന്ധിച്ച് ഹൗ കെയർഫുൾ വി ആർ. പേടിക്കാനല്ല, നമ്മൾ അറ്റ് ദി സെയിം ടൈം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, നമ്മുടെ ഇഷ്ടം എന്ന് പറയുന്നത് ജഡത്തിൻ്റെ ഇഷ്ടം. അതുകൊണ്ടാണ് നമുക്ക് എല്ലാ കാര്യത്തിലും നമുക്കത് നമ്മൾ ഫൈറ്റ് ചെയ്ത കർത്താവിന് പ്രീതികരമായിട്ട് ജീവിക്കുന്നത്. കാരണം അകത്തൊരു എനിമി ഇരിക്കുക, അകത്ത് എനിമി ഇരുന്ന് നമ്മൾ പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇപ്പം ഈവൻ ഈ പാപത്തിൽ വീണ ആൾക്കാരെ കുറിച്ച് എഴുതിയിരിക്കുന്ന സ്ഥലത്ത് പ്രോവർബ്സ് 7
അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഈ റിയൽ സിറ്റുവേഷൻ ദൈവത്തിന് അറിയാം. വി ഹാവ് എ ഫൈറ്റ്. നമുക്ക് ഫൈറ്റ് ഉണ്ട്, നമുക്ക് പ്രശ്നമുണ്ട്. എന്നാൽ അത് ഹൗ ഫാർ വി ആർ സിൻസിയർലി ഫൈറ്റിംഗ് അഗൻസ്റ്റ് എന്നുള്ളതാണ് ദൈവം നോക്കുന്നത്. അതിൽ 7 അധ്യായത്തിൽ അത് ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ അതിൻ്റെ 7:26 അതായത് വ്യഭിചാരത്തിൽ വീണുപോയ കാര്യങ്ങൾ എഴുതിയിരിക്കുന്ന 7:26 ഇംഗ്ലീഷ് വായിക്കുമ്പോൾ For she has cast down many wounded, and all who were slain by her were strong men. ആ വേർഡ് മലയാളത്തിലില്ല. ഓൾ ഹൂ were slain by her were strong men. സത്യവേദം എനിക്കറിയില്ലെന്ന് വായിക്കാൻ. അവൾ വീഴിച്ച ഹതന്മാർ അനേകർ, അവൾ കൊന്നു കളഞ്ഞവർ ആകെ വലിയൊരു കൂട്ടമാകുന്നു. അതെ, വലിയൊരു കൂട്ടമാണ്. പക്ഷെ ഇതിനകത്ത് എഴുതിയേക്കുന്നത് those were slain by her were strong men. That is correct. കാരണം we know ഡേവിഡ്, അബ്രാഹം, സാംസൺ, ഇവരൊക്കെ ഇങ്ങനെയുള്ള മീൻസ് ഈ ഒരു വ്യഭിചാര കേസ് എന്നുള്ളതല്ല, ജഡം കീഴടക്കിയിട്ടുണ്ടെന്ന് നമ്മൾ എടുത്താൽ നമ്മൾ വേറൊരു ഏരിയയിലായിരിക്കും ജഡം കീഴടക്കുന്നത്. ഇപ്പൊ നോക്ക്, ഗിദിയോന് വിശ്വാസപരമായ പട്ടികയിലുണ്ട്. പക്ഷെ അവസാനം നമ്മൾ കാണുന്നത് ഗിദിയോനോട് പറഞ്ഞു ഈ ഭരണമൊക്കെ ഏറ്റെടുത്തോളം പറഞ്ഞു. ഗിദിയോൻ പറഞ്ഞു വേണ്ടെന്ന്, എനിക്ക് അതൊക്കെ ദൈവം തന്നെ വിളിച്ചോളൂ, നിങ്ങളെ കഴിക്കണ്ട. പക്ഷെ ഒരു കാര്യം ചെയ്തു, എന്ത് ചെയ്യണം, ആ കുണുക്കൊക്കെ ഇങ്ങനെ അപ്പൊ ഹൃദയത്തില് അത് ഗിദിയോന്റെ കുടുംബത്തിന് നാശമായെന്ന് എഴുതിയേക്കുന്നത്. നമുക്ക് പലർക്കും ഇപ്പൊ ദാവീദിനൊരു വീക്ക്നെസ് അതായിരുന്നെങ്കിൽ ഗിദിയോന് വേറൊരു വീക്ക്നെസ് ആണ്, നമ്മുടെ വീക്ക്നെസ് വേറെ ആയിരിക്കും. അറ്റ് ദ സെയിം ടൈം ഈ ശത്രുവിനെ മനസ്സിലാക്കിയാൽ നമുക്ക് ഫൈറ്റ് ചെയ്യാൻ എളുപ്പമുണ്ട്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിച്ചത് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം ഇല്ല എങ്കിൽ, ഇതൊക്കെ നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം ഇത് ആക്ച്വലി നമുക്ക് ഇതിനെ ഫൈറ്റ് ചെയ്യാൻ ദൈവത്തിന്റെ കൃപ കൊണ്ട് മാത്രമേ പറ്റൂ. ദൈവത്തിന്റെ കൃപ കിട്ടണമെങ്കിൽ ദർ ഇസ് നോ ഷോർട്ട് കട്ട് ബട്ട് ടു ലവ് ദി ലോർഡ്. അതെ, അട്രാക്റ്റീവ് അല്ലേ കർത്താവിനെ സ്നേഹിക്കുക എന്ന് പറയുന്നത്. അത് ഒരു സ്നേഹിക്കാൻ യോഗ്യനല്ലാത്തൊരു പേഴ്സണാലിറ്റി ആണോ, അതൊരു സ്വീറ്റ് പേഴ്സണാലിറ്റി ആണോ? നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്, ഒരു വിലയേറിയ മുത്ത് കണ്ടെത്തിയവൻ തനിക്കുള്ളതെല്ലാം വിറ്റിട്ട് പോയി അത് വാങ്ങിച്ചു. അതുപോലെ തന്നെ നമ്മൾ വായിക്കുന്നു, കർത്താവായ യേശുവിനെ സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ. കാരണം ഈ ശാപത്തിൽ നിന്നൊക്കെ ഉള്ള എല്ലാ വിടുതലും കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന്, കർത്താവുമായി ചേരുന്നവൻ ആത്മാവിൽ അവനുമായി ഒന്നായിത്തീരുന്നു. ഇങ്ങനെ ഒരു റിയൽ വൺനെസ് റിലേഷൻ കർത്താവുമായിട്ടുള്ളവരെ സംബന്ധിച്ച് ക്രിസ്ത്യൻ ലൈഫ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്, ചലഞ്ചിങ്, എന്തൂസിയാസ്റ്റിക് ആയിരിക്കും, ഒരിക്കലും ടയേർഡ് ആകത്തില്ല. എന്താ പറയുന്നത്, നീതിമാന്റെ പാത പോലെ തന്നെയായിരിക്കും. ഓരോ ദിവസം ചെല്ലും തോറും ഐ ക്യാൻ ടെൽ മൈ ടെസ്റ്റിമണി. ഞാനത് എന്നെ മോഡലാക്കാൻ വേണ്ടിയിട്ടല്ല, പക്ഷേ ഞാൻ നൗ ഐ ഹാവ് കംപ്ലീറ്റഡ് 36 years. എനിക്ക് കർത്താവിനോടുള്ള സ്നേഹമോ അല്ലെങ്കിൽ ആവേശമോ ചൂടോ ഒരു കണിക പോലും കുറഞ്ഞിട്ടില്ല. ഐ ഹാവ് ഇറ്റ്സ് മൈ ഓൺ ടെസ്റ്റിമണി. കർത്താവിന് ആരോ ഒപ്പീനിയനാണെന്ന് എനിക്കറിയത്തില്ല. പൗലോസ് പറയുന്ന പോലെ എൻ്റെ നോട്ടത്തിൽ എൻ്റെ മനസ്സാക്ഷി ശുദ്ധമാണ്, പക്ഷെ അതിനകത്തൊന്നും ഒരു കാര്യമില്ല. കർത്താവ് പറയുന്നതിന് വാല്യൂ ഉള്ളൂ. ടു ബി ഫ്രാങ്ക്, ഐ കനോട്ട് അണ്ടർസ്റ്റാൻഡ് എങ്ങനെ മനുഷ്യൻ കർത്താവിൻ്റെ കാര്യത്തിൽ പാസീവ് ആകുമെന്ന് ഐ കനോട്ട് അണ്ടർസ്റ്റാൻഡ്. എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യം, എത്ര ചിന്തിച്ചാലും പിടികിട്ടാത്തൊരു കാര്യം. കർത്താവിനോട് നമുക്ക് അനുസരണക്കേടെന്ന് പറയുന്നത് പല രീതിയിലുള്ള അനുസരണക്കേടുണ്ട്. ഇപ്പോൾ ഇൻസിഡന്റൽ ഫെയിലിയേഴ്സ്, സോ മെനി ടൈംസ് ഐ ഫോൾ, ഐ വിൽ ഫോൾ അഗെയിൻ ഡെഫിനറ്റ്ലി. ഇനി ഞാൻ ഒരിക്കലും വീഴില്ല എന്ന് പറഞ്ഞാൽ വിഡ്ഢിതരായിരിക്കും. നമ്മിൽ പാവമില്ല എന്ന് നാം പറയുന്നെങ്കിൽ നാം കള്ളം പറയുന്ന ദൈവത്തിന്റെ വചനം പറയുന്നത്. അറ്റ് ദി സെയിം ടൈം willful, I never disobeyed my Lord after coming in relation with the Lord. Willfully never I disobeyed. I cannot understand how one can disobey the Lord. I cannot. Simple understanding എന്ന് പറയുന്നത് അവരുടെ കർത്താവ് യേശു അല്ല എന്നാണ്. അവരുടെ കർത്താവ് അവർ തന്നെ. Falling is different. Willful disobedience is different. എങ്ങനെ നോക്കുക, കർത്താവിനെ നമ്മുടെ കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കെ കർത്താവിന് ഇഷ്ടമില്ലാത്തൊരു കാര്യം വിൽഫുള്ളി തോട്ട്ഫുള്ളി എങ്ങനെ ചെയ്യാൻ പറ്റും? ചിന്തിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറഞ്ഞിരിക്കുന്നത്, അതായത് ഈ അറിവ് കിട്ടിയിട്ട് വീണ്ടും അത് അനുസരിക്കാതിരിക്കുന്ന ആള് ദൈവത്തിനെ ക്രൂശിക്കുന്നതിന് തുല്യമാണ് എഴുതിയിരിക്കുന്നത്. Hebrews 6 സ്റ്റാർട്ടിങ് വായിച്ചു, സ്റ്റാർട്ടിങ് അല്ല 4 തുടങ്ങി വായിക്കുമ്പോൾ ബാബൊന്ന് വായിക്കും, മലയാളം വായിക്കും. ഒരിക്കൽ വെളിച്ചം നേടുകയും സ്വർഗീയ വരം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിൽ പങ്കാളികളാകുകയും ദൈവവചനത്തിന്റെ നന്മയും വലിയുഗത്തിന്റെ ശക്തികളും രുചിച്ചറിയുകയും ചെയ്തവർ വിശ്വാസം ത്യജിച്ചാൽ അവരെ വീണ്ടും അനുതാപത്തിലേക്ക് നയിക്കുക അസാധ്യമാണ്. കാരണം
അവർ തന്നെ ദൈവപുത്രനെ ക്രൂശിക്കുകയും അവകാശനാക്കുകയും ഞാൻ ചെയ്യും. പറഞ്ഞത് ദൈവപുത്രനെ ഇപ്പം മടങ്ങി പോകുന്ന കാര്യം അല്ലെങ്കിൽ ഉപേക്ഷിച്ച് പോകുന്ന കാര്യം അല്ലെ അതല്ല. അപ്പം നമുക്ക് കർത്താവിന് ഇഷ്ടമാണെന്ന് നമുക്കറിയാം, അല്ലെങ്കിൽ കർത്താവിന് ഇഷ്ടമല്ല എന്ന് അറിഞ്ഞിട്ട് ഇൻസിഡന്റൽ ഫോളിങ് നമുക്ക് ദാവീദ് പാപം ചെയ്തു, അതുപോലുള്ളൊരു പാപമല്ല, അതൊരു ഇൻസിഡന്റൽ ഒരു വീഴ്ചയാണ്. അറ്റ് ദി സെയിം ടൈം രണ്ടാമത് ഊറിയായി പോകുന്നത് കാൽക്കുലേറ്റഡ് സിൻ. അതുകൊണ്ടാണ് കൂടുതലായിട്ട് കർത്താവ് ശിക്ഷിച്ചത് ആ മർഡറിനാണ്. കാരണം വീട്ടിൽ നിന്ന് മർഡർ ഉണ്ടായി, എല്ലാം ഉണ്ടായി. അറ്റ് ദി സെയിം ടൈം അപ്പം നമ്മുടെ ജീവിതത്തിൽ സ്റ്റിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഹൗ എ പേഴ്സൺ ഹു ഹാവ് കം ഇൻ ടു കോണ്ടാക്ട് വിത്ത് ദി ലോർഡ് ക്യാൻ ഡിസൊബേ ദി ലോർഡ്. ഞാൻ എത്ര ആലോചിച്ചിട്ട് എനിക്ക് പിടികിട്ടാത്തൊരു കാര്യമാണ്. സോളമൻ ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എന്താണെന്ന് പറയാം, ക്വിസ. സോളമൻ പറഞ്ഞാന്ന് പറയുമ്പോൾ ബുക്കുകളുടെ എണ്ണം കുറഞ്ഞു. ഏതാ പിന്നെ പറയാം, ഞാൻ നിരന്തരമായിട്ട് പരിശ്രമിച്ചിട്ടും എനിക്ക് കണ്ടെത്താൻ പറ്റാത്തൊരു കാര്യം എന്ന് പറയും സോളമൻ ഒരു കാര്യം പറയുന്നുണ്ട്. എന്താന്ന് പറയാം, അറിയേണ്ടതല്ലേ? കാരണം സോളമൻ എന്ന് പറഞ്ഞ ബുക്കുകളുടെ എണ്ണം കുറഞ്ഞു. എഫിഷ്യൻസ് ആണ്. ഏതാ പിന്നെ സോളം പറയുമ്പോൾ പിന്നെ സംഗതി കുറഞ്ഞു. ഏതാ പറയാം, പിള്ളേർ പഠിക്കുന്നുണ്ടോന്ന് അറിയാനാ. ഏതാ നമ്മുടെ ബെൻസി. ഒത്തിരി ട്രൈ ചെയ്തിട്ട് ഇതുവരെ കണ്ടെത്താൻ പറ്റിയില്ല എന്ന് പറഞ്ഞു സോളം പറഞ്ഞു. നിരന്തരമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞില്ലേ, കർത്താവിനെ അറിഞ്ഞിട്ട് കർത്താവിനെ അനുസരിക്കാതെ ജീവിക്കുന്ന കാര്യം എങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. സെയിം വേ സഭാപ്രസംഗി 7:28 വായിക്കുമ്പോൾ ബിനെന്ന് വെച്ചു സഭാപ്രസംഗി കിട്ടാൻ ബുദ്ധിമുട്ടില്ല. കുറെ 12 ചാപ്റ്റർ ഉണ്ട്. ഈ ഒബേദിയ പറഞ്ഞ മനുഷ്യന് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. 28. എന്റെ മനസ്സ് നിരന്തരം നിശ്ചലമായി അന്വേഷിച്ചത് ഇതാണ്: 1000 മനുഷ്യരിൽ ഒരു പുരുഷനെ ഞാൻ കണ്ടു, എന്നാൽ അവരിലെങ്ങും ഒരു സ്ത്രീയെ ഞാൻ കണ്ടില്ല. സോളമൻ ലൈഫ് ടൈമിലെ അറ്റംപ്റ്റില് സോളമൻ ഫെയിലായ ഒരു കാര്യമാണ്. സ്ത്രീയെ കണ്ടില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം 1000 പേരിൽ ഒരു നല്ല പുരുഷനെ കണ്ടെത്തി, പക്ഷെ ഒരു നല്ല സ്ത്രീയെ കണ്ടെത്താൻ പറ്റിയില്ല. സോളമൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സഹോദരിമാരെ പേടിക്കേണ്ട. കാരണം സോളമന്റെ ഈ 1000 ഭാര്യമാരെ കണ്ടേക്കുന്നത് അതെല്ലാം അവിടെ നിന്ന് ഇവിടെ നിന്ന് വന്നതും കണ്ട ആബേൽ എന്നാ പറയുന്നത് അഷ്ടോറോത്തിനെ സേവിക്കുന്നവരും അങ്ങനെ ഒരു കർത്താവിനെ സേവിക്കുന്ന സ്ത്രീകളെ സോളമൻ കണ്ടിട്ടില്ല. സോളമന്റെ ആദ്യത്തെ ഭാര്യ തന്നെ ഫറോന്റെ പുത്രിയാണ്. സോളമൻ ഒരു ഗോഡ്ലി ലേഡിയെ കണ്ടിട്ടുണ്ടോ എന്ന് ഡൗട്ട്ഫുൾ. അപ്പൊ അത് നമ്മൾ പേടിക്കണ്ട. ബട്ട് ലോകത്തിലെ കാര്യത്തിൽ അത് 100% കറക്റ്റാണ്. കർത്താവായ യേശുക്രിസ്തുവിലൂടെ വിശുദ്ധിയും പരിശുദ്ധിയും കർത്താവിന്റെ സ്വഭാവം പ്രാപിക്കാത്ത ഒരു ലോകത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അത് സോളമൻ പറഞ്ഞെങ്കിൽ ശരിയായിരിക്കും. കാരണം ദൈവത്തിന്റെ പറയുന്നത് സോളമൻ ഈ കാര്യത്തിൽ ഇച്ചിരി സ്പെഷ്യലിസ്റ്റ്. അപ്പോൾ പറഞ്ഞത് അക്സെപ്റ്റ് ചെയ്തേ പറ്റും. അപ്പൊ ബൈ ഞാനീ പറഞ്ഞ കാര്യം ഒന്നോടെ പറയാം. കർത്താവിനെ അറിഞ്ഞിട്ട് ഹൗ വൺ ക്യാൻ ലീഡ് എ പാസീവ് ലൈഫ് ഐ കനോട്ട് അണ്ടർസ്റ്റാൻഡ്. ഞാൻ നിരന്തരമായിട്ട് ട്രൈ ചെയ്തിട്ടും എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യം. ബിക്കോസ് ഐ നെവർ ഇൻ മൈ ലൈഫ് ഒരു ദിവസം പോലും കർത്താവിന്റെ കാര്യത്തിൽ പാസീവ് ആയിട്ടില്ല. ആൻഡ് ഐ വിൽ നോട്ട് ടിൽ മൈ ഡെത്ത്. ദാറ്റ് ഈസ് മൈ ടെസ്റ്റിമണി, ഡിറ്റർമിനേഷൻ. ഓക്കെ, കമ്മിങ് ബാക്ക് ടു ഫസ്റ്റ് തിമോത്തി. നമ്മൾ ഫസ്റ്റ് തിമോത്തി ചിന്തിച്ചുകൊണ്ടിരുന്നത് കാരണം ചിന്തിക്കുന്ന ഇതാണ്, ലോലെസ്നെസ്സിനെ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? അല്ല, ലോ അബൈഡിങ് ആണ്. അപ്പൊ ലോലെസ്നെസ്സിന് നമ്മുടെ മേലൊരു ഇൻഫ്ലുവൻസ് ഇല്ലാതാവും. അപ്പൊ അന്തിക്രിസ്തുവിന്റെ വഴി നമ്മുടെ മേലൊരു ഇഫക്റ്റും ഇല്ലാതാവും. നമ്മളതങ്ങനെയല്ലേ വായിക്കുന്നത്. അതായത് ഇപ്പൊ അനേക അന്തിക്രിസ്തുമാർ ഓൾറെഡി ഇവിടെ ലോകത്തിലുണ്ട്. അന്തിക്രിസ്തുവിന്റെ വഴിയുണ്ട്, അന്തിക്രിസ്തുവിന്റെ ടീച്ചിങ് ഉണ്ട്, സ്പിരിറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. അറ്റ് ദി സെയിം ടൈം അത് വരുന്ന വഴി ലോലെസ്നെസ്സാണ്. ലോലെസ്നെസ് എന്ന് പറഞ്ഞാൽ വചനമില്ലായ്മ, വചനത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ. വചനം ഇല്ലാത്ത സ്ഥലത്താണ് അന്തിക്രിസ്തുവിന് വഴിയുള്ളൂ. അവിടെ അന്തിക്രിസ്തുവിന് സ്കോപ്പുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ ക്രിസ്ത്യാനിറ്റിയെ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് പിശാച് സം ഓർ അതർ മാറ്റിയേക്കുന്നത്. ഇനിയിപ്പോൾ പഠിക്കുവാണെങ്കിൽ തന്നെ ശരിയല്ലാത്ത കാര്യങ്ങൾ അതിനകത്ത് വിഷം കലർത്തിയിട്ട് പോവും. അല്ലെ, പിശാച് എപ്പോഴും അങ്ങനെയാണ്. പിശാച് ഒരിക്കലും വലിയ നുണ പറയത്തില്ല. അങ്ങനെയല്ല നമ്മൾ വായിക്കുന്നത്. അതായത് വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന, വിശ്വാസത്തിൽ നിന്ന് പോകുന്നല്ല, ഈ കള്ള ഡോക്ടറിൻസും ഫസ്റ്റ് അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് തിമോത്തി 4 ഇംഗ്ലീഷ് ഒന്ന് വായിക്കാം. ഫസ്റ്റ് തിമോത്തി 4. അതൊന്ന് ആലോചിക്കുക. എത്ര നമുക്ക് പരിശുദ്ധാത്മ എന്ത് ആധികാരികമായിട്ടാണ് പോൾ പറയുന്നതെന്ന് ആലോചിക്കുക. അല്ലാതെ ഒരു വീക്ക് പ്രൊഫസി ഒന്നും അല്ല. പോൾ ചില സ്ഥലത്ത് പറയുന്നില്ല, എനിക്ക് കർത്താവിൽ നിന്ന്
അരുളപ്പാടൊന്നുമില്ല, എനിക്ക് കർത്താവിൻ്റെ ക്ലിയർ ആയിട്ടുള്ള മൈൻഡ് കിട്ടിയിട്ടില്ല, പക്ഷേ ദൈവത്തെ വിശ്വസ്തയോടെ സേവിക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ എൻ്റെ ഒപ്പീനിയൻ പറയും. അങ്ങനെയൊക്കെയല്ലേ ഇപ്പോൾ പറയുന്നത്. പക്ഷെ ഇവിടെ പറയുവാണ് സ്പിരിറ്റ് എക്സ്പ്ലിസിറ്റ്ലി സേസ്. അപ്പോൾ വായിച്ചു. Now the Spirit expressly says that in latter times some will depart from the faith, giving heed to deceiving spirits and doctrines of demons, speaking lies in the form അപ്പം ഇതിൽ അത് മലയാളം നോക്കിപ്പോൾ വരും കാലത്ത് ചില ആളുകൾ കപടാത്മാക്കളെയും പിശാചുക്കളുടെ സിദ്ധാന്തങ്ങളെയും ചെവിക്കൊണ്ട് വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകും എന്ന് ആത്മാവ് സ്പഷ്ടമായി പറയുന്നു. അത് നോക്ക്, വിശ്വാസിന്ന് പോകുന്നതല്ല, വിശ്വാസിന്ന് പോവില്ല. അതിനകത്ത് അത് കഴിഞ്ഞിട്ട് എഴുതിയേക്കുന്നത് അതിനകത്തേക്ക് റോങ് ഡോക്ട്രിൻസ് കൊണ്ടുവരുന്നല്ലേ. കാരണം വിവാഹം വിലക്കും, പിന്നെ ദൈവം മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി തന്നേക്കുന്നതിനെ അത് വർജിക്കുമെന്ന് പറയും. ഓക്കെ, അതിനെക്കുറിച്ച് ഞാനിങ്ങനെ ചിന്തിക്കുകയത് ഈ ദൈവം സൃഷ്ടിച്ചതെല്ലാം നല്ലതാണെന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ കഞ്ചാവ് ദൈവം സൃഷ്ടിച്ചതാ, ഓപ്പിയം ദൈവം സൃഷ്ടിച്ചതാ, കാരണം ഒരു ചെടിയിൽ നിന്ന് എടുക്കുന്ന ഓപ്പിയം. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുകയത്. അപ്പം അതിൽ എഴുതിക്കുന്നുണ്ടോ, എന്നാൽ ദൈവം സൃഷ്ടിച്ചവയെല്ലാം നല്ലതാണ്, കൃതജ്ഞതാ സ്തോത്രത്തോടെ സ്വീകരിക്കുന്ന പക്ഷം ഒന്നും നിരസിക്കേണ്ടതില്ല. നമുക്ക് ഇതെല്ലാം നമുക്ക് ദൈവം സൃഷ്ടിച്ച എല്ലാ നന്മകളെയും ചീത്തയാക്കാൻ പറ്റും മനുഷ്യന്. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ചെന്നൈ സിറ്റിയിലെ ഇലക്ട്രിക് പവർ ഇറ്റ്സ് ഫ്രം ന്യൂക്ലിയർ പവറാണ്. പക്ഷെ ആ ന്യൂക്ലിയർ പവർ ഉപയോഗിച്ച് ആറ്റം ബോംബ് ഉണ്ടാക്കാൻ പറ്റും അല്ലേ. സോ ഇപ്പം എന്താ പറയുന്നത്, സബ്മറൈൻസ് ഉണ്ട്, ന്യൂക്ലിയർ പവറിൽ വർക്ക് ചെയ്യുന്ന സബ്മറൈൻസ് ഉണ്ട്, പിന്നെ ഒത്തിരി സാധനങ്ങളുണ്ട് ന്യൂക്ലിയർ പവർ കൊണ്ട് മെഡിസിനിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ദൈവം സൃഷ്ടിച്ചത് എല്ലാം നല്ലതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ ചിന്തിച്ചതാ, ഏദൻ തോട്ടത്തിൽ ബിഫോർ ഫോള് അവിടെ സ്വർണ്ണം ഉണ്ടായിരുന്നു, പിന്നെ എന്തുണ്ടായിരുന്നു, ഹസ്ബൻഡ് വൈഫ് റിലേഷൻ ഉണ്ടായിരുന്നു. ദെൻ ദൈവം സൃഷ്ടിച്ച എല്ലാം നല്ലതായിരുന്നു, പക്ഷെ മനുഷ്യൻ അതിനെ ചീത്തയാക്കി കളഞ്ഞു. അപ്പം ഇത് ദൈവം സൃഷ്ടിച്ചവ എല്ലാം നല്ലത്. അതായത് ഇപ്പം എന്താ പറയുന്നത്, ഈ ഓപ്പിയം അല്ലെങ്കിൽ കഞ്ചാവ്, ഇതെല്ലാം മനുഷ്യൻ അതിനെ മിസ്യൂസ് ചെയ്തിട്ടാണ് അത് തിന്മയായി തീർന്നത്. അപ്പം ഞാനങ്ങനെ ചിന്തിച്ച കാര്യം, കാരണം ദൈവം സൃഷ്ടിച്ചവ എല്ലാം നല്ലതാണെന്ന് പറഞ്ഞേക്കുന്നത്, ഒന്നും നിരസിക്കേണ്ടതില്ല എന്ന് പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ പോള് തിമോത്തിയോസിനോട് പറയുക, നീ വീഞ്ഞ് തൊടില്ല എന്നുള്ള കടുംപിടുത്തം വേണ്ട. കാരണം വീഞ്ഞ് മനുഷ്യന് നല്ല ഉദ്ദേശത്തോടു കൂടി ദൈവം തന്നെ. കാരണം അത് അപ്പിറ്റൈസറാണ്. ദെൻ പിന്നെ എന്തിനാ എഴുതിയിട്ടുണ്ട് 104 സങ്കീർത്തനം എടുക്കുമ്പോൾ ന്റെ 15 വായിക്കുമ്പോൾ മനുഷ്യ ഹൃദയത്തെ ആമോദിപ്പിക്കാൻ വീഞ്ഞ് മതി. അപ്പോൾ അതായത് നോക്ക്, ദൈവം എല്ലാം നല്ല ഉദ്ദേശത്തിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ നോക്ക്. കർത്താവ് വീഞ്ഞ് കുടിച്ചിട്ടുണ്ടല്ലോ നാച്ചുറലി. കാരണം കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കി കൊടുത്തത് കർത്താവ് കുടിക്കാത്ത സാധനം വേറുള്ളവർക്ക് കുടിക്കാൻ കൊടുത്തായിരിക്കത്തില്ല. നോക്ക്, ഇതെല്ലാം മനുഷ്യൻ മിസ്യൂസ് ചെയ്ത എല്ലാം തിന്മയായി തീർന്നത്. അപ്പം അതുകൊണ്ടാണ് തിമോത്തിയോസിൽ പറഞ്ഞിരിക്കുന്നത്, ദൈവം സൃഷ്ടിച്ചത് എല്ലാം നല്ലതാണ്, പ്രൊവൈഡഡ് ദൈവം എന്തിനു സൃഷ്ടിച്ചോ ആ ഉദ്ദേശത്തിൽ ഉപയോഗിക്കുമ്പോൾ, ദൈവം ഉദ്ദേശിച്ച കാര്യത്തിന് ഉപയോഗിക്കാതിരിക്കുമ്പോൾ ഇതെല്ലാം തിന്മയായിത്തീരും. ഇപ്പം സ്വർണം അത് വിഗ്രഹം ഉണ്ടാക്കാനും വിഗ്രഹാരാധനയ്ക്കുമായിട്ട് ഉപയോഗിച്ചപ്പോൾ തെറ്റായി. ഈ ആൺപെൺ റിലേഷനെ വെച്ചുകൊണ്ട് പിശാച് ലോകത്തെ താറുമാറാക്കി കളഞ്ഞു. പക്ഷെ ദൈവം എല്ലാം നന്മയ്ക്ക് വേണ്ടി സൃഷ്ടിച്ച കാര്യങ്ങളാണ്. അപ്പം ഇവിടെ വീഞ്ഞ് നോക്ക്, മനുഷ്യ ഹൃദയത്തിന് ആമോദത്തിനായിട്ട് കൊടുത്തതാണ്. അപ്പോൾ അതിൻ്റെ കല്യാണത്തിനൊക്കെ നോക്ക്, ഇപ്പം നമ്മൾ യഹൂദരുടെ കല്യാണത്തിൻ്റെ കാര്യമല്ലേ വായിക്കുന്നത്, കർത്താവ് തന്നെയാണ് വെള്ളം വീഞ്ഞാക്കി കൊടുത്തത്. അപ്പോൾ ഒരു തവണ ഞാൻ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ട് ഒരാൾ എനിക്കൊരു മെസ്സേജ് അയച്ചു, സഹോദരത്തിൽ മദ്യം ഉപയോഗിക്കുന്ന ആളാണെന്ന് തോന്നുന്നല്ലോ എന്നൊക്കെ. നമ്മൾ മദ്യം ഉപയോഗിച്ചിട്ടല്ല, അറ്റ് ദി സെയിം ടൈം ഒക്കെ ദൈവത്തിൻ്റെ ക്രമത്തെ തെറ്റിക്കാൻ നമുക്ക് പറ്റത്തില്ല. ദൈവം ഒരു ക്രമം വെച്ചിട്ടുണ്ട്, ആ ക്രമം തെറ്റിക്കുന്നതിനാണ് ആ ക്രമം എന്ന് പറയുന്നത്. അക്രമമാണ്. പിന്നെ ക്രമം തെറ്റിച്ചാൽ അക്രമമായി തീരുന്നത്. അപ്പം അതുകൊണ്ട് എല്ലായിടത്തും ദൈവത്തിൻ്റെ ഇതിൽ ക്രമമല്ലേ. ഇപ്പം ഈജിപ്തിൽ നിന്ന് വന്നപ്പോൾ ഗണമായിട്ട് അവർ പോകുന്നു. ദെൻ ഇപ്പോൾ കൊളോഷ്യ സഭയെക്കുറിച്ച് പറയുകയാണ്, നിങ്ങളുടെ ക്രമം കണ്ടിട്ട് ഐ എം റിജോയ്സിങ് ഇൻ മൈ ഹാർട്ട്. അറ്റ് ദി സെയിം ടൈം കൊറിന്ത്യ സഭയെക്കുറിച്ച് കണ്ടപ്പോൾ എന്താ,
വീപ്പിംഗ്, ക്രമക്കേട് കണ്ടിട്ട്. നമുക്ക് ഇന്ന് ആ ക്രമക്കേടിനെ മനുഷ്യൻ അക്സെപ്റ്റ് ചെയ്തു, ക്രമത്തെ തള്ളിക്കളഞ്ഞു. ഇല്ല, അങ്ങനെയല്ലേ? അതായത് ക്രമമില്ലാത്ത സ്ഥലത്തെല്ലാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണെന്നൊക്കെ പറഞ്ഞ് പിശാചി ഡിസീവ് ചെയ്ത് കളഞ്ഞു മനുഷ്യൻ. നമുക്കിപ്പോൾ അത് വിശ്വസിക്കുന്ന ഈവൻ രക്ഷിക്കപ്പെട്ടവരിൽ ഒരു 90% ആൾക്കാരും ഇങ്ങനെയുള്ള ക്രമക്കേടിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്ന. അറ്റ് ദി സെയിം ടൈം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു തെളിവ് ക്രമക്കേട്. കാരണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇസ് എ ഗോഡ് ഓഫ് ഡിസിപ്ലിൻ, ഓർഡർ. പോൾ കൊറിന്ത്യൻ സഭയിൽ 1 Corinthians 14 എല്ലാം ക്രമമായിട്ട് ചെയ്യണം എന്ന് പറയാനുള്ള ബേസിക് റീസൺ ഗോഡ് ഈസ് എ ഗോഡ് ഓഫ് ഡിസിപ്ലിൻ. ഗോഡ് ഡിസോർഡറിന്റെ ഗോഡ് അല്ല, അങ്ങനെയല്ലേ പറയുന്നത്? അപ്പൊ നമ്മൾ നോക്കി എവിടെയൊക്കെ ഡിസോർഡർ കാണുന്നോ, എവിടെയൊക്കെ ക്രമക്കേട് കാണുന്നോ അവിടെയും ദൈവം ഇല്ല. കാരണം ദൈവം ക്രമത്തിന്റെയും ബ്യൂട്ടിയുടെയും ഈ സീ ദി ക്രിയേഷൻ, അല്ലെങ്കിൽ സോളാർ സിസ്റ്റം എടുത്ത് നോക്ക്, അല്ലെങ്കിൽ ഇനി ഒരു 1000 വർഷം കഴിഞ്ഞിട്ടുള്ള സോളാർ എക്ലിപ്സ് ഇപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റും, അല്ലെങ്കിൽ മൂണിന്റെ പാത്ത് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം ദൈവം വെച്ചേക്കുന്നതെല്ലാം പെർഫെക്റ്റ് ആയിട്ടുള്ള ഓർഡർ ഉണ്ട്. അപ്പൊ നമ്മുടെ ജീവിതത്തിലും ദൈവം അത് ആഗ്രഹിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ കണ്ടു ഫസ്റ്റ് തിമോത്തി 4 കണ്ടത് ദൈവം സൃഷ്ടിച്ചതെല്ലാം നല്ലതാണ്, പക്ഷെ മനുഷ്യൻ അതിനെല്ലാം ചീത്തയാക്കി കളഞ്ഞു. അതാണ് ഡെമോണിക് ഡോക്ട്രിൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ ചിന്തിച്ചതാണ്, അതായത് വിവാഹം വിലക്കും, പിന്നെ സാധനങ്ങൾ വർജിക്കണം എന്ന് പറയും. കാരണം ദൈവം നല്ല ഉദ്ദേശത്തിൽ സൃഷ്ടിച്ചതിനെ എടുക്കരുത്, തുടരുതെന്ന് പിടിക്കരുതെന്ന് പഠിപ്പിക്കുന്നത് ഇസ് ഡെമോണിക് ഡോക്ട്രിൻ. നമ്മൾ ചിന്തിച്ചാൽ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുക. കാരണം ഈ ഇപ്പൊ കത്തോലിക്കര് മർത്തോമക്കാര്, യാക്കോബക്കാര്, സിലോൺ പെന്തിക്കോസുകാരൊക്കെ ശുശ്രൂഷകരുടെ വിവാഹം വിലക്കിയേക്കുന്നവരാണ്. അപ്പൊ അവർ ആ വിവാഹം വിലക്കിയേക്കുന്നതും പെന്തിക്കോസുകാർ സ്വർണം തുടരുതെന്ന് പറയുന്നതും പെർഫെക്റ്റ്ലി സെയിമാണ്. കാരണം രണ്ടും ഡെമോണിക് ഡോക്ട്രിനാണ്. കാരണം ഒന്നിന് വെളിച്ചദൂതന്റെ ഒരു അപ്പിയറൻസ് ഉണ്ട്, രണ്ടിനും വെളിച്ചദൂതന്റെ അപ്പിയറൻസ് തന്നെ. ഇപ്പൊ കല്യാണം കഴിക്കാതിരുന്ന കൂടുതൽ ഹോളി ലീവിങ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള കള്ളത്തരങ്ങളെല്ലാം പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. കാരണം നമ്മൾ ലോലസ്നെസിന്റെ വഴിയെ ചിന്തിക്കുന്നത്. എന്നിട്ട് അതുകൊണ്ടാണ് തിമോത്തിയോസിനോട് പറയുകയാണ് 4:6 തുടങ്ങി വായിക്കുമ്പോൾ ഒന്ന് വായിക്കും, ഇംഗ്ലീഷ് ഒന്ന് വായിക്കാം. ബാബു ഒന്ന് വായിക്കും, മലയാളം ഒന്ന് വായിച്ചിട്ട്. ഈ ഉപദേശങ്ങൾ സഹോദരരുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണെങ്കിൽ നീ ക്രിസ്തുയേശുവിന്റെ ഉത്തമ ശുശ്രൂഷകനായിരിക്കും. അപ്പൊ നോക്ക്, നമ്മളെ സംബന്ധിച്ച് ഈ ഉപദേശങ്ങൾ നമ്മൾ പഠിച്ചില്ല എങ്കിൽ കർത്താവിന്റെ ഉത്തമ ദാസരായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അപ്പൊ കാരണം ക്രിസ്ത്യൻ ലിബർട്ടി, അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസത്തിലുള്ള സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം പെർമിറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ അരുത് എന്ന് കൽപ്പിക്കുമ്പോൾ അത് ഡെമോണിക് ഡോക്ട്രിനാണെന്ന് നമ്മൾ പഠിപ്പിച്ചില്ല എങ്കിൽ നമ്മൾ ക്രിസ്തു യേശുവിന്റെ ഉത്തമ ശുശ്രൂഷകരായിരിക്കത്തില്ല. അടുത്ത സെന്റൻസോടെ വായിക്കുമ്പോൾ വിശ്വാസത്തിന്റെ വചനങ്ങൾ കൊണ്ടും പിന്തുടർന്നു പോകുന്ന ഉത്തമ സിദ്ധാന്തങ്ങൾ കൊണ്ടും പരിപോഷിപ്പിക്കപ്പെട്ടവൻ ലൗകികവും നിരർത്ഥകവുമായ പഴങ്കഥകൾ പാടെ വർജിക്കുക. ദൈവഭക്തിയിൽ പരിശീലനം നേടുക. ശാരീരിക പരിശീലനം കൊണ്ട് കുറെയെല്ലാം പ്രയോജനമുണ്ട്, എന്നാൽ ആധ്യാത്മികത എല്ലാ തരത്തിലും വിലയുള്ളതാണ്. ഈ ജീവിതത്തിനും വരാനിരിക്കുന്ന ജീവിതത്തിനും അത് വാഗ്ദാനം ഉയർത്തുന്നു. അപ്പൊ ഇത് പറഞ്ഞേക്കുന്നത് ഇംഗ്ലീഷ് ഒന്ന് വായിച്ചു. If you instruct the brethren in these things, you will be a good minister of Jesus Christ. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഈ കാര്യങ്ങൾ ഇൻസ്ട്രക്ട് ചെയ്യണമെന്നാണോ ചെയ്യേണ്ടെന്നാണോ ദൈവം ആഗ്രഹിക്കുന്നത്? ആലോചിച്ച്, ഇഫ് യു ഇൻസ്ട്രക്ട് ദീസ് തിങ്സ് യു വിൽ ബി എ ഗുഡ് സെർവന്റ് ഓഫ് ദി ലോർഡ്. അപ്പൊ നമ്മള് ഇപ്പൊ സഭയായിട്ട് നമ്മളത് പഠിച്ചേ പറ്റൂ. ഡെമോണിക് ഡോക്ട്രിൻ എന്താണ്? ഈ വിവാഹം വിലക്കുന്നത് അത് ഏത് ലെവലിൽ വിവാഹം വിലക്കാനും ഡെമോണിക് ഡോക്ട്രിനാണ്. അല്ലെങ്കിൽ എടുക്കരുത്, തുടരുത്, പിടിക്കരുത്, രുചിക്കരുത്, ടച്ച് നോട്ട്, അത് ഡെമോണിക് ഡോക്ട്രിനാണ്. അത് എഴുതിയിരിക്കുന്ന ബുക്ക് ഏതാ? കൊളോഷ്യൻസ്. അതോടെ വായിക്കുന്നില്ല. കാരണം ഇത് നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ്. കാരണം ഈ എടുക്കരുത്, തുടരുത്, പിടിക്കരുത് എന്നുള്ള ടീച്ചിങ് കംപ്ലീറ്റ് ഡെമോണിക് ഡോക്ട്രിനാണ്. അത് പെന്തിക്കോസുകാർ പഠിപ്പിച്ചാലും കത്തോലിക്കർ പഠിപ്പിച്ചാലും വെച്ച് വൺ ആൻഡ് ദി സെയിം ആണ്. Therefore, if you died with Christ from the basic principles of the world, why, as though living in the world, do you subject yourselves to regulations? Yeah. Do not touch, do not taste, do not handle, which all concern things which perish with the using, according to the commandments and doctrines of men. അപ്പൊ ഇതില് നമ്മൾ നോക്കി, ഇതൊക്കെ ഏർലി ചർച്ചിൽ കടന്നു വന്ന ഡെമോണിക് ഡോക്ട്രിൻസിനെ പോൾ ഫൈറ്റ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യുന്ന അന്ന് വന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ ഗ്രീക്ക് ഫിലോസഫി എന്ന് പറയുന്നത് നമുക്ക് ഇത്തിരി മനസ്സിലാവും. ഓൾമോസ്റ്റ് ലൈക്ക് ഹിന്ദുയിസം.
അപ്പോൾ ഈ ഹിന്ദുയിസത്തിൽ സന്യാസിമാർ ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് തലമുടി വെട്ടില്ല, നരകളൊക്കെ തലമുടിയൊക്കെ നീട്ടി 1 വർഷമായിട്ട് ഭക്ഷണം കഴിച്ചില്ല, അല്ലെങ്കിൽ ഹിമാലയ സാനുക്കളിൽ തപസ്സിരുന്നു, ഇങ്ങനെയൊക്കെയുള്ള ആ ടീച്ചിങ് ഗ്രീക്ക് മിത്തോളജി ഓൾമോസ്റ്റ് സെയിമാണ്. അപ്പോൾ അത് ക്രിസ്ത്യാനിറ്റിയിലോട്ട് കടത്തിക്കൊണ്ട് വരാനുള്ള അറ്റംപ്റ്റ് ഫസ്റ്റ് സെഞ്ചുറിയിലുണ്ടായി. അത് പോൾ ഫൈറ്റ് ചെയ്യുന്നത്. അതായത് 20 പറഞ്ഞേക്കാണ്, ക്രിസ്തുവിനോടൊത്ത് പ്രാപഞ്ചികമായ ആദ്യ തത്വങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മരിച്ചെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ലോകത്തിനുള്ളവരായി ജീവിക്കുന്നത്? അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ലോകത്തിനുള്ളവരായിട്ടല്ല ജീവിക്കുന്നതെന്ന് തോന്നുള്ളൂ ഇത് കേൾക്കുമ്പോൾ. പക്ഷെ പോൾ പറയാണ് ലോകത്തിന്റെ പ്രമാണങ്ങളാണ് ഇത്. എടുക്കരുത്, രുചിക്കരുത്, തുടരുത് എന്നിങ്ങനെയുള്ള അതിന്റെ അനുശാസനങ്ങൾക്ക് നിങ്ങൾ എന്തിനു വഴങ്ങണം? നോക്കാം, ഇപ്പോൾ സിലോൺ പെന്തിക്കോസിലെ കുറെ ഭക്തരായിട്ടുള്ള ആൾക്കാർ മരുന്നെടുക്കില്ല, എടുക്കരുത്, തുടരുത്. കാരണം അതിനൊക്കെ പറയുന്ന ന്യായങ്ങൾ കർത്താവിന്റെ അടിപ്പിണരുകളാൽ രോഗസൗഖ്യമുണ്ട്, അതുകൊണ്ട് മരുന്ന് കഴിക്കണ്ട. അല്ലെങ്കിൽ അതുപോലെ തന്നെയാണ് ഇപ്പൊ വീഞ്ഞു പോലും കുടിക്കില്ല എന്നുള്ള പ്രമാണം പാടില്ല എന്ന് തിമോത്തിയോസിനോട് പോൾ പറയുന്നത്. പക്ഷെ സ്വർണ്ണം ഇടാൻ പാടില്ല എന്നുള്ള പ്രമാണം കൊണ്ടുവരും. സ്വർണം അശുദ്ധമാണ് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുക. അപ്പൊ ഇതെല്ലാം നമ്മൾ അറിയേണ്ട ഒരു കാര്യം. നമ്മളാരും വിധിക്കാനല്ല. ഇറ്റ് ഷുഡ് നോട്ട് കം ടു അവർ മിഡ്സ്റ്റ്. ഇത് ഡെമോണിക് ഡോക്ടറിനാണ്, പിശാചിന്റെ പഠിപ്പീരാണെന്ന് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ, കാരണം ഇതിന് വിശുദ്ധിയുടെ ബാഹ്യരൂപമുണ്ട്. അത് തന്നെ പോൾ ഇവിടെ പറയുന്നത്. എടുക്കരുത്, രുചിക്കരുത്, തുടരുത് എന്നിങ്ങനെയുള്ള അതിന്റെ അനുശാസനങ്ങൾക്ക് നിങ്ങൾ എന്തിനു വഴങ്ങണം? ഉപയോഗിച്ചു കഴിയുമ്പോൾ ഉപയോഗശൂന്യമായി തീരുന്ന വസ്തുക്കളെ സംബന്ധിച്ചാണ് ഈ മാനുഷികങ്ങളായ അനുശാസനങ്ങളും പ്രബോധനങ്ങളും. ഇവ ഭക്തി തീക്ഷ്ണതയും ആത്മനിന്ദനവും കർക്കശമായ തപശ്ചര്യങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നു എന്നതുകൊണ്ട് ഇവയ്ക്ക് തീർച്ചയായും വിജ്ഞാനത്തിന്റെ ബാഹ്യരൂപമുണ്ട്. ഞാൻ റീസെന്റ് ഒരു സിലോൺ പെന്തിക്കോസിലുള്ള ഒരാളുമായിട്ട് ഇങ്ങനെ സംസാരിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞു, അത് നമുക്ക് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ചർച്ചല്ല, അവിടുത്തെ പാസ്റ്റർമാർ കല്യാണം കഴിക്കില്ല. അപ്പം എന്നോട് പറഞ്ഞതാ, അതിനകത്തുള്ള ഒരു ഡിവോട്ടഡ് ആൾ പറയാം, അതെ ജീവിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് ഇഷ്ടമല്ലാത്തത്. സി ദാറ്റ് ഈസ് വേ പീപ്പിൾ ആർ എന്താ പറയുന്നത്, ഡിസീവ്ഡ് എന്നേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം കർത്താവ് പറഞ്ഞു, അതായത് സഭാ ശുശ്രൂഷകൻ ഹി മസ്റ്റ് ബി മാരീഡ്. ദെൻ ഹീബ്രൂസിൽ നമ്മൾ വായിച്ചു, വിവാഹം എല്ലാവർക്കും മാന്യമായിരിക്കട്ടെ എന്ന്. കാരണം ഇത് ദൈവം സൃഷ്ടിച്ചതാണ്. മനുഷ്യൻ നമുക്ക് ദൈവം എന്തൊക്കെ സൃഷ്ടിച്ചോ ദൈവം നന്മയ്ക്കായിട്ട് സൃഷ്ടിച്ചിരിക്കുന്ന ഒന്നിനെയും തിന്മ എന്ന് പറയാൻ നമുക്ക് റൈറ്റ് ഇല്ല. അപ്പൊ നമ്മൾ ദൈവത്തെക്കുറിച്ച് തെറ്റിദ്ധാരണ പരത്തുന്നവരാകും. നമ്മൾ ദൈവത്തെക്കുറിച്ച് തെറ്റിദ്ധാരണ പരത്തുന്നവരാകുന്ന ഒരു സ്ഥലത്ത് എഴുതിയിട്ടുണ്ട്. എവിടെയാന്ന് പറയാം? ഈ ഒരു കാര്യത്തിലല്ല, ഏത് കാര്യത്തിലാണെങ്കിലും ബൈബിളിലുള്ളതിന് വിരുദ്ധമായിട്ടൊരു കാര്യം നമ്മൾ പഠിപ്പിച്ചാൽ നമ്മൾ ദൈവത്തെക്കുറിച്ച് തെറ്റിദ്ധാരണ പരത്തുന്നവരാകും. എവിടെയാ പറയാം? ഏത് ടോപ്പിക്കിനെ കുറിച്ചാണ് പറയാം? ഓർത്തിരിക്കേണ്ട കാര്യം. കാരണം ദൈവത്തെക്കുറിച്ച് തെറ്റിദ്ധാരണ പരത്തുക എന്ന് പറഞ്ഞാൽ സീരിയസ് ആയിട്ടുള്ള ഒരു തെറ്റാ. 1 Corinthians 15 അതിന്റെ 15 തുടങ്ങി വായിക്കുമ്പോ വായിക്കും, ഭാഗം വായിക്കും. മരിച്ചവർക്ക് പുനരുദ്ധാനമില്ലെങ്കിൽ ദൈവം ഉയർപ്പിക്കാത്ത ക്രിസ്തുവിനെ ഉയർപ്പിച്ചു എന്ന് സാക്ഷ്യം വഹിക്കുക മൂലം ഞങ്ങൾ ദൈവത്തെക്കുറിച്ച് തെറ്റായ ധാരണ ഉണ്ടാക്കിയിരിക്കുന്നു. അതെ, അതായത് ദൈവത്തെക്കുറിച്ച് തെറ്റായ ധാരണ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ വെരി സീരിയസ് ഒഫൻസ് അത്. കാരണം ദൈവത്തെക്കുറിച്ച് തെറ്റായ ധാരണ, നമുക്ക് ദൈവം ഇപ്പം എന്താ പറയുന്നത്, വിവാഹം ചെയ്യാതെയുള്ള ജീവിതത്തിൽ ദൈവം മോർ ഹാപ്പിയാണ്, അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക മരുന്ന് കഴിക്കാതിരുന്നാൽ ദൈവം അത് ഭയങ്കര വിശ്വാസമാണ്, അല്ലെ ആഭരണം അണിയാതിരുന്നാലും ഭയങ്കര വേർപാടാണ്. ഇതെല്ലാം ദൈവത്തെക്കുറിച്ച് തെറ്റിദ്ധാരണ പരത്തുന്ന. ഇവിടെ പറഞ്ഞേക്കുന്നത് ഇത് വേറൊരു കേസ് പറഞ്ഞേക്കുന്നുള്ളൂ. എനി കേസ് ദൈവവചനത്തിന് വിരുദ്ധമായിട്ടൊരു പഠിപ്പീര് നമ്മൾ നടത്തിയാൽ ദൈവത്തെക്കുറിച്ച് തെറ്റിദ്ധാരണ പരത്തുന്നവരാകും. അപ്പൊ ഇതിൽ കമ്മിങ് ബാക്ക് ടു അവിടെ പറഞ്ഞു, ഈ കാര്യങ്ങൾ പഠിപ്പിക്കണമെന്ന് തിമോത്തിയോസിനോട് പറഞ്ഞതുകൊണ്ട് നമ്മൾ പഠിക്കാനും പഠിപ്പിക്കാനും ബാധ്യസ്ഥരാ. ദൈവത്തെക്കുറിച്ച് തെറ്റിദ്ധാരണ പരത്താൻ പാടില്ല. കാരണം അവിടെ പറഞ്ഞു ഇതിന് ഭക്തിയുടെ ഒരു എന്തുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത് കൊളോസിലെ കണ്ട്, ഇതിന് ഭക്തിയുടെ ഒരു ബാഹ്യരൂപമുണ്ട്. പക്ഷെ ജഡത്തിന്റെ അഭിലാഷങ്ങളെ കടിഞ്ഞാണിടാൻ ഇത് ഒരു രീതിയിൽ ഉപകരിക്കത്തില്ല. ഇപ്പം സ്വർണ്ണം ഊരിയതുകൊണ്ട് ഈ അണിഞ്ഞൊരുങ്ങാനുള്ള ആസക്തി കുറയോ? നോ. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അതെ, അതിനകത്ത് ഉപദേശത്തിൽ തന്നെ വൈപരീത്യങ്ങളല്ലേ. കാരണം വിലയേറിയ വസ്ത്രം, സ്വർണം, പിന്നിയ മുടി, ഇതിനകത്ത് ഈ ഒരു കാര്യത്തിൽ മാത്രമേ ടച്ച് നോട്ട് ടേക്ക് നോട്ട് എന്നുള്ളൂ. നോക്ക് എല്ലാം വഴിതെറ്റിയ രീതിയിലെ സംഗതികൾ കേൾക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ്
അവിടെ തിമോത്തിയോസിനോട് പറഞ്ഞു, നീ ഈ കാര്യങ്ങൾ കറക്റ്റായിട്ട് പഠിപ്പിക്കുകയാണെങ്കിൽ നീ ഒരു കർത്താവിൻ്റെ ഒരു ഉത്തമ ശുശ്രൂഷകനായിരിക്കും, പിന്തുടർന്ന് പോകുന്ന ചിന്തിച്ചു നീ ഉത്തമ ശുശ്രൂഷകനായിരിക്കും. അതിനകത്ത് ഒരു വേർഡ് ടച്ചിങ് ആയിട്ടുണ്ട്. ഈ NASB ട്രാൻസ്ലേഷനിൽ അതിൻ്റെ 6ാം സെൻറ്റൻസ് ഇങ്ങനെയാണ്. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. 1 തിമോത്തി 4:6 മറ്റുള്ള ഒരു ട്രാൻസ്ലേഷനിലാണെന്നില്ല, ബട്ട് ഇറ്റ്സ് very useful. In pointing out these things to the brethren, you will be a good servant of Christ Jesus, constantly nourished on the words of faith and of the sound doctrine which you have been following. അതിനകത്ത് കോൺസ്റ്റന്റ്ലി നറീഷ്ഡ് എന്നുള്ളത് അതിലില്ല. നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഈ ദൈവത്തിന്റെ വചനം എങ്ങനെ നറീഷ്ഡ് ആണ് നമ്മുടെ ജീവിതത്തിൽ. വൺസ് ഇൻ എ വൈൽ പോലെ കോൺസ്റ്റന്റ്ലി വി ആർ ടു ബി കോൺസ്റ്റന്റ്ലി നറീഷ്ഡ് ബൈ ദി word of faith and of sound doctrine which you have been following. ഈ സൗണ്ട് ഡോക്ടറിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ നോക്കി, ദൈവത്തിന്റെ വചനം കറക്റ്റായിട്ട് പഠിച്ചില്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. നമ്മൾ വിചാരിക്കും അത് സാരമില്ല, അത് അങ്ങനെയല്ല, ഇങ്ങനെ ഇത് രക്ഷയെ സംബന്ധിക്കുന്ന കാര്യമല്ലല്ലോ, അങ്ങനെയൊക്കെ ആൾക്കാർ വിചാരിക്കുന്നത്. അങ്ങനെയല്ല, ഇതെല്ലാം രക്ഷയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പം ഇതിൽ 4:16 വായിക്കുമ്പോൾ, അപ്പോൾ ഡോക്ടറിന് പോൾ അവിടെ പറയുന്ന ഇമ്പോർട്ടൻസ് വായിക്കുമ്പോൾ 4:16 വായിക്കാം. Take heed to yourself and to the doctrine. Continue in them, for in doing this you will save both yourself and those who hear you. അതെ, അപ്പോൾ if you are not continuing in taking care of you and your doctrine, what will happen? അതായത് മലയാളത്തിൽ വായിക്കാം, നിന്നെ തന്നെയും നിന്റെ പ്രബോധനം എഴുതിയ ഡോക്ടറിനെയും ശ്രദ്ധിച്ചു കൊള്ളുക, അവയെ മുറുകെ പിടിക്കുക, അതുവഴി നീ നിന്നെയും നിന്റെ ശ്രോതാക്കളെയും രക്ഷിക്കും. അതിന്റെ ഓപ്പോസിറ്റ് പറയാം, നീ നിന്നെ നോക്കുന്നില്ല, നിന്റെ ഡോക്ടറിനെ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ നീയും നശിക്കും, നിന്നെ കേൾക്കുന്നവനും നശിക്കും. സോ ദി ഹിയറിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എവിടെ നിന്ന് എന്ത് കേൾക്കുന്നു എന്നുള്ളത് സോ ഇമ്പോർട്ടൻറ്റ്. അല്ലാതെ എന്തെങ്കിലും നോക്ക്, അവിടെ ഒരു പ്രസംഗം കേട്ടു, ഇവിടെ ഒരു പ്രസംഗം കേട്ടു, ഇറ്റ്സ് സോ ഡേഞ്ചറസ്. ബട്ട് അത് പൂച്ചയ്ക്ക് ആരും മണി കിട്ടുന്ന എലി പറഞ്ഞ പോലെയാണ്. നോബഡി ക്യാൻ സ്റ്റോപ്പ്. ഇപ്പോൾ യൂട്യൂബും ഇന്റർനെറ്റും എല്ലാം ഉള്ളവര് യൂസ്ലെസ് ആയിട്ടുള്ള കാര്യങ്ങൾ കേൾക്കും. ഇത് ആരുടെ കേൾക്കുന്നതിന് കുഴപ്പമില്ല. പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് ശരി ഏത് തെറ്റ് ഏതെന്ന് നല്ലപോലെ അറിയാവുന്നവർ കേട്ടവർ കുഴപ്പമില്ല. അല്ലാത്തവർ കേട്ടാൽ ഒരാൾ പറയുമ്പോൾ അത് ശരിയാന്ന് തോന്നും, വേറൊരാൾ പറയുമ്പോൾ അത് ശരിയാന്ന് തോന്നും. ദാറ്റ് ഈസ് എക്സാക്ട്ലി വാട്ട് ഈസ് ഹാപ്പനിങ്. അതുകൊണ്ട് ഓരോരോ ഉപദേശങ്ങളുടെ കാറ്റിപ്പെട്ട് ഇങ്ങനെ ശിശുക്കളെ പോലെ ജീവിക്കുന്നതല്ലാതെ ഒരു സൗണ്ട് ഡോക്ട്രിനൽ ഫെയ്ത്ത് ഇന്നത്തെ ക്രിസ്തീയ വിശ്വാസികൾക്ക് ഇല്ല. അപ്പൊ ആ ഒപ്പീനിയൻ ഇങ്ങനെയുണ്ട്. അപ്പൊ അതിന്റെ ഒരു കോംപ്രമൈസ് ഫോർമൽ പറയുന്നത്, അതിപ്പോ ഏത് വിശ്വസിച്ചാലും നമ്മളെ രക്ഷയൊന്നും ബാധിക്കില്ലോ. അങ്ങനെയൊന്നും അല്ല ദൈവത്തിന്റെ വചനം. നമുക്ക് പോളിന്റെ ഒക്കെ ലൈഫ് എടുത്താല് ഈവൻ സ്മോൾ തിങ്സില് ഹി വാസ് സോ കെയർഫുൾ. ഇപ്പൊ ഇതിൽ ഒരു എക്സാമ്പിൾ കാണിക്കണം, നിസാര കേസല്ല. 2 തിമോത്തി 2 എടുക്കുമ്പോൾ അതൊരു ഡോക്ടറിനാണ്. ആ ഡോക്ടറിൽ ഒരു എറർ വരുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് എഴുതിയേക്കുന്നത് 2 തിമോത്തി 2 അതിന്റെ 17 തുടങ്ങി വായിക്കുക, അല്ല 16 തുടങ്ങി വായിക്കുമ്പോൾ ലൗകികമായ വ്യർത്ഥ ഭാഷണം വർജിക്കണം. ഓക്കെ, കാരണം അത് ജനങ്ങളെ ദൈവത്തിൽ നിന്ന് കൂടുതൽ കൂടുതൽ വഷളത്വത്തിലേക്ക് നയിക്കുകയുള്ളൂ. അത് നമ്മൾ ആദ്യം ചിന്തിച്ച പോലെ തന്നെയാണ്. അതായത് ദി മോർ യു ആർ ഇൻഡൾജിങ് ഇൻ ലൂസ് ടോക്ക്, ദി മോർ യു വിൽ ബിക്കം അൺഗോഡ്ലി. കൂടുതൽ കൂടുതൽ വഷളത്വത്തിലേക്ക് നയിക്കുകയുള്ളൂ. വായിച്ചു. ഇവരുടെ സംസാരം വ്രണം പോലെ കാർന്നു തിന്ന് പടർന്നു പിടിക്കും. അവരിൽ പെട്ടവരാണ് ഹുമനയോസും ഫിലേത്തോസും. പുനരുത്ഥാനം സംഭവിച്ചു കഴിഞ്ഞു എന്ന് വാദിച്ച് അവർ സത്യത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയി. ഇവർ ചിലരുടെ വിശ്വാസത്തെ തകിടം മറിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇതില് ഈ പുനരുത്ഥാനത്തെ കുറിച്ച് അല്ലെങ്കിൽ റിസറക്ഷനെ കുറിച്ച് ഇംഗ്ലീഷ് നോക്കി 18ാം സെന്റൻസിൽ, who has strayed concerning the truth, saying that the resurrection is already past, and they overthrow the faith of some. കണ്ടോ, they overthrow the faith. നമ്മൾ അങ്ങനെയല്ല. അപ്പൊ നോക്ക്, അത് ശരി, ഇപ്പൊ അങ്ങനെ പുനരുത്ഥാനത്തെ കുറിച്ചുള്ള ഡോക്ടറിന് അതിപ്പോ എങ്ങനെ എന്തെങ്കിലുമൊക്കെ ആട്ടെ, എന്നാലും കർത്താവ് വിശ്വസിക്കുന്നുണ്ടല്ലോ. കർത്താവ് ഏകരക്ഷകനാണ്. കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റെന്ന് വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് അവരൊക്കെ രക്ഷിക്കപ്പെട്ട്. നോക്ക്, ഞാൻ എൻ്റെ അമ്മയുടെ അനീതിയാണ് ഇങ്ങനെ രോഗിയായിട്ടിരുന്നപ്പോൾ ഞാൻ കാണാൻ പോയി. അപ്പം എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞതാ,
അവനെ നീയൊക്കെ ഈ വിശ്വാസത്തിലേക്ക് തിരികെ വരാൻ വേണ്ടി എന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. അവസാനം എൻ്റെ കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു, എന്നാലും സാരമില്ല, കർത്താവിൻ്റെ ശരീരവും രക്തമൊക്കെ ഭക്ഷിച്ചിട്ടുള്ളതല്ലേ, അതുകൊണ്ട് എന്താണേലും രക്ഷപ്പെട്ടോളൂ. അതായത് ഈ കത്തോലിക്ക കുർബാനയിലുള്ളതാണ്. അതായത് കർത്താവിൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. അവസാന ദിവസം ഈ വാഗ്ദാനം അനുസരിച്ച് കർത്താവ് ഉയർപ്പിക്കുന്നൊരു കുർബാനയിൽ വേട് വെച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞാൽ, എന്തായാലും കർത്താവിൻ്റെ ശരീരവും രക്തമൊക്കെ കഴിച്ചിട്ടുള്ളതല്ലേ, അതുകൊണ്ട് എന്താണെങ്കിലും രക്ഷപ്പെട്ടോളൂ. ദാറ്റ് ഈസ് ദി നോളജ് ഓഫ് ദി പീപ്പിൾ. സെയിം വേ നമ്മളും ഇങ്ങനെ തന്നെയാണ്. അതായത് യേശുക്രിസ്തു നമ്മുടെ രക്ഷിതാവാന്ന് വിശ്വസിച്ചിട്ടുണ്ട്, നമുക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ഇന്ന് എന്നോട് ഒരാൾ പറഞ്ഞാൽ, ഇവിടുത്തെ ലോക്കൽ, അപ്പം ഞാൻ ഇങ്ങനെ കർത്താവിനെ കുറിച്ച് ചോദിച്ചപ്പോൾ കർത്താവിൽ വിശ്വാസമൊന്നുമില്ല. അപ്പം ഞാൻ ചോദിച്ചു, മരിച്ചു കഴിഞ്ഞാൽ ഒരു ജീവിതം ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അപ്പം നോ പ്രോബ്ലം, ജീസസ് ഡൈഡ് ഫോർ എവരിബഡി, സോ ഐ വിൽ ഓൾസോ ഗോ ടു ഹെവൻ. ജീസസ് ഡൈഡ് ഫോർ ദി സിൻസ് ഓഫ് ദി എൻ്റയർ ഹ്യൂമാനിറ്റി. എല്ലാ മനുഷ്യന്റെ പാപത്തിന് വേണ്ടി കർത്താവ് മരിച്ചു, അതുകൊണ്ട് സ്വർഗവും ലൈഫും ഒക്കെ ഉണ്ട്, ഡെഫിനറ്റ്ലി ഐ വിൽ ഗോ ടു ഹെവൻ. ഓക്കെ, ഇതാണ് മനുഷ്യന്റെ അണ്ടർസ്റ്റാൻഡിങ്. നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് ഇതിൽ നിന്ന് അധികം, നമ്മളെന്ന് പറയുമ്പോൾ ഞാൻ എല്ലാവരും നമ്മളെങ്ങനെ എക്സാക്ട്ലി ഉദ്ദേശിച്ചല്ല, പൊതുവെയുള്ള ക്രിസ്ത്യൻഡത്തില് കർത്താവ് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, നമ്മൾ രക്ഷിക്കപ്പെട്ടു. ഓക്കെ, ഇനിയിപ്പോൾ അത് സ്നാനപ്പെട്ടാലും കുഴപ്പമില്ല, സ്നാനപ്പെട്ടില്ലേലും കുഴപ്പമില്ല, സ്നാനപ്പെട്ടിട്ട് അവിടെ നിന്നാലും കുഴപ്പമില്ല, ഇവിടെ നിന്നില്ലേ. How much deceit, even the slightest streak of pen is counted. ഒരു നിയമത്തിലെ ചെറിയൊരു വള്ളി പുള്ളി പോലും ഇമ്പോർട്ടൻ്റ് ആ ദൈവത്തിന്റെ മുമ്പിൽ. നോക്ക്, കർത്താവ് വലിയൊരു വില കൊടുത്താണ് നമ്മളെ രക്ഷിച്ചത്. ആക്ട്സ് 20:28 വായിക്കുമ്പോൾ ഇത് നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാവുന്ന ഒരു കാര്യമാണെന്നുള്ളതാണ് ഗ്രേറ്റസ്റ്റ് ഡിസെപ്ഷൻ ആൻഡ് ദാറ്റ് ഈസ് ദി വേ ഓഫ് ലോലെസ്നെസ്. 20:28 വായിക്കുമ്പോൾ, നിങ്ങളെ തന്നെയും ആട്ടിൻപറ്റം മുഴുവനെയും ശ്രദ്ധിച്ചുകൊള്ളുക. കർത്താവ് സ്വന്തം രക്തം കൊണ്ട് നേടിയ ദൈവത്തിന്റെ സഭയെ ശ്രദ്ധിക്കണേ, കർത്താവ് സ്വന്തം രക്തം കൊണ്ട് നേടിയ ദൈവത്തിന്റെ സഭ. നോക്ക്, ഇത് വലിയൊരു വില കൊടുത്ത ഈ സാൽവേഷൻ സോ എക്സ്പെൻസീവ്, അല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത. നമ്മൾ വായിക്കുന്നുണ്ട്, മനുഷ്യന്റെ വീണ്ടെടുപ്പ് വില കൊടുക്കാൻ മനുഷ്യന് ഒരിക്കലും സാധിക്കത്തില്ല, കാരണം ഇറ്റ് ഈസ് സോ ഹൈ. ഹൈ എന്ന് പറഞ്ഞാൽ ഇത് കർത്താവിന്റെ രക്തം കൊടുത്ത് വാങ്ങിയതാണ്. അതുകൊണ്ട് ഗോഡ് ഡിമാൻഡ് സംതിങ് ഫ്രം us. വേറെ ഒന്നുമല്ല, നമുക്ക് നമ്മളെ രക്ഷിക്കാൻ പറ്റത്തില്ല. ഹി ഡിമാൻഡ്സ് അബ്സല്യൂട്ട് ഒബീഡിയൻസ് ഫ്രം അവർ ലൈഫ്. അല്ല നമ്മൾ വിചാരിക്കുന്ന പോലെ രക്ഷിക്കപ്പെട്ടു വളരെ ലാഘവബുദ്ധിയോടെ പറഞ്ഞാൽ അവർക്ക് രക്ഷിക്കപ്പെട്ടത് പക്ഷെ ഇങ്ങനെയാണെന്നുള്ളൂ, അവർ സ്നാനപ്പെട്ടത് ഇങ്ങനെയാണെന്നുള്ളൂ, അവർ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടത് ഇപ്പം മർത്തോമ സഭയിലെ പോകുന്നതെന്നേ ഉള്ളൂ. നോക്ക്, കർത്താവിന് ഇത്രയേറെ ദൈവത്തെക്കുറിച്ച് തെറ്റിദ്ധാരണ പരത്തിയിട്ടുള്ള ഒരു തലമുറ ലോകത്ത് ജീവിച്ചിരുന്നിട്ടില്ല. ബൈബിൾ എഴുതുന്നത് ഒരു അപ്പസ്തലന്മാരും ഇങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. എന്നാൽ ഇവിടെ പൗലോസ് പറയാ, പുനരുത്ഥാനം കഴിഞ്ഞു പോയി എന്ന് വാദിച്ചിട്ട് എന്ത് സംഭവിച്ചെന്ന് എഴുതിയേക്കുന്നത്? അവരുടെ വിശ്വാസം തീർന്നു. ദാറ്റ് ഇസ് നോട്ട് ദി ബിബ്ലിക്കൽ ഫെയ്ത്ത്. വേറൊരു സ്ഥലത്ത് പറഞ്ഞേക്കുന്നത്, അവർ മനസാക്ഷിയെ തള്ളിക്കളഞ്ഞ് വിശ്വാസ കപ്പൽ തകർത്തു. അതായത് ഇഫ് യു ആർ ഫെയിലിംഗ് ടു ലീവ് അക്കോർഡിംഗ് ടു യുവർ കോൺഷ്യൻസ്, നോ ഫെയ്ത്ത്, ഓൾറെഡി ബ്രോക്കൺ ആണ്. അല്ലെങ്കിൽ മനസ്സിൽ പറയുന്നുണ്ട് കർത്താവിന്റെ മാർഗം ഇതാണ് ശരിയെന്ന് അറിഞ്ഞിട്ട് മനസാക്ഷിയോട് മല്ലടിച്ച് വേറൊരു സത്യത്തിൽ നിന്നിട്ടുള്ളവരുടെ വിശ്വാസ കപ്പലൊക്കെ ഓൾറെഡി ബ്രോക്കൺ. ഇത് ഇറ്റ്സ് ഓൾറെഡി ഗോൺ. ഇനി മനസാന്തരപ്പെട്ട് ദൈവം പത്രോസ് പറഞ്ഞ പോലെ ഒരുപക്ഷെ ക്ഷമിച്ചേക്കാം, ക്ഷമിക്കില്ല എന്ന് പറയാൻ ഞാൻ ഐ എം നോബഡി. അറ്റ് ദി സെയിം ടൈം വിൽഫുൾ ആയിട്ട് ഇതാ ശരിയെന്നറിയാം, പക്ഷെ മനസാക്ഷി മല്ലടിച്ച് അതിന് വിരുദ്ധമായിട്ട് ജീവിച്ചിട്ട് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ വാതിൽ തുറന്നു കിട്ടുമെന്ന് വിചാരിക്കുന്നത്, ദാറ്റ് ഈസ് ദി വേ ഓഫ് ലോലെസ്നെസ്. അതാണ് ദി ഡിസെപ്ഷൻ ഓഫ് ദി, ദാറ്റ് ഇസ് ദി മിസ്റ്ററി ഓഫ് ലോ. മിസ്റ്ററി കാരണം ഡിസീവ് ചെയ്തേക്കുന്ന ആൾക്കാര്, കാരണം പിശാചിന്റെ പേര് തന്നെ ഡിസീവർ എന്നാണ്. നമുക്ക് ഇത് കർത്താവ് വലിയൊരു വില കൊടുത്ത് നേടിയതാണ്, കർത്താവ് സ്വന്തം രക്തം കൊണ്ട് നേടിയതാണ് ഇത്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ആകെ കേട്ടേക്കുന്നത് ഇത് സൗജന്യമാണ്. ഇത് സൗജന്യ രക്ഷ സൗജന്യമല്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അറ്റ് ദി സെയിം ടൈം രക്ഷിക്കപ്പെട്ടവൻ എങ്ങനെ ജീവിക്കണമെന്ന് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അങ്ങനെ ജീവിക്കാതെ, അങ്ങനെ സാങ്ക്ടിഫൈഡ് ആയിട്ട് ജീവിക്കാതെ, കർത്താവിനെ മാനിക്കാതെ, കർത്താവിനെ അനുസരിക്കാതെ കർത്താവിന്റെ അടുത്ത് എത്തിപ്പെടാമെന്ന് വിചാരിക്കുന്നതാണ് ദാറ്റ് ഇസ് ദി ലോ ഓഫ് ദി വേ ഓഫ് ലോലെസ്നെസ്, മിസ്റ്ററി ഓഫ് ലോലെസ്നെസ്. ഇറ്റ്സ് ഇമ്പോസിബിൾ. അതുകൊണ്ടാണ് അവിടെ പൗലോസ് പറയുന്നത്, ഇത് കോൺസ്റ്റന്റ്ലി നറീഷ്ഡ് ഓൺ ദി വേർഡ്സ് ഓഫ് ഫെയ്ത്ത് ആൻഡ് ഓഫ് സൗണ്ട് ഡോക്ട്രിൻ. അപ്പൊ ഈ സൗണ്ട് ഡോക്ട്രിൻ എന്ന് പറയുന്നത് ബൈബിൾ ഈസ് വെരി സിമ്പിൾ. ഇതിനകത്ത് ഡോക്ട്രിൻ നമുക്ക് ഒരു ശുദ്ധ മനസാക്ഷിയുള്ളവരെ സംബന്ധിച്ച് ഇതിനകത്ത് ഒരു ഡിഫിക്കൽട്ട് ഡോക്ട്രിനും ഇല്ല. എല്ലാ ഡോക്ട്രിനും എല്ലാത്തിനും ഒരു ഓപ്പോസിറ്റ് ടീച്ചിങ് ഉണ്ട്. അറ്റ് ദി സെയിം ടൈം ഒരു ശുദ്ധ മനസാക്ഷിയുള്ള ഏത് മനുഷ്യനും
ഏതാ ശരിയെന്ന് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു ഡോക്ടറിനും ഇതിനകത്തില്ല. ഇപ്പോൾ അതുകൊണ്ടാണ് ഈ ഫസ്റ്റ് തിമോത്തി 1 വേഴ്സ് അതിൻ്റെ 3 വായിക്കുമ്പോൾ ഫസ്റ്റ് തിമോത്തി 1 വേഴ്സ് 3 ഞാൻ മാസിഡോണിയയിലേക്ക് പോകുമ്പോൾ പറഞ്ഞിരുന്നത് പോലെ നീ എഫേസോസ് നഗരത്തിൽ താമസിക്കുക. അവിടെ ചിലർ അബദ്ധ തത്വങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അവരെ ആ ഉദ്യമത്തിൽ നിന്ന് പിന്തിരിപ്പിക്കണം. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ അറിയേണ്ട ഒരു കാര്യം, തിമോത്തിയോസിനോട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ നമുക്ക് ഓരോരുത്തർക്കും ബാധക. നമ്മൾ പഠിക്കുന്നവർക്കും ബാധക, പഠിപ്പിക്കുന്നവർക്കും ബാധക. അവിടെ പറഞ്ഞേക്കുന്നത് കുറെ കാര്യങ്ങൾ പഠിപ്പിക്കണം എന്നല്ല, കുറെ കാര്യങ്ങളെ പഠിപ്പിക്കാൻ അനുവദിക്കരുതെന്ന്. ഇംഗ്ലീഷ് എന്ന് വെച്ചാൽ As I urged you when I went into Macedonia, remain in Ephesus, that you may charge some that they teach no other doctrine, nor give heed to faith. അതിന് ഇതിനകത്തോടെ കറക്റ്റ്. As I urged you upon my departure for Macedonia, remain on at Ephesus, so that you may instruct certain men not to teach strange doctrine. ഇതിനകത്ത് സ്ട്രേഞ്ച് ഡോക്ട്രിൻ എന്ന് എഴുതിയിരിക്കുന്നത്. ഈ സ്ട്രേഞ്ച് ഡോക്ട്രിൻ വേറൊരു സ്ഥലത്ത് എഴുതിയിട്ടുണ്ട്. എവിടെയാന്ന് പറയാം. അതായത് വ്യത്യസ്തങ്ങളും വിചിത്രങ്ങളുമായിട്ടുള്ള എവിടെയാ ബിന എവിടെയാ സിനി ഇതൊക്കെ അറിയില്ല. അത് വളരെ കുറച്ച് കാര്യങ്ങളുള്ളൂ ഇങ്ങനെ സ്ട്രേഞ്ച് ആയിട്ടുള്ള വ്യത്യസ്തങ്ങളും വിചിത്രങ്ങളായിട്ടുള്ള ഡോക്ട്രിൻ. അതായത് വിചിത്രങ്ങളായിട്ടുള്ള ഇഷ്ടംപോലെ ഡോക്ട്രിൻ ഉണ്ട് ക്രിസ്ത്യൻഡത്തിൽ. ഈ ഗോയിങ് ടു ഹീബ്രൂസ് 13 8 തുടങ്ങി വായിക്കുന്നു. നമ്മൾ എന്ന് ചിന്തിക്കുന്ന ഹീബ്രൂസ് 13:8 പഠിപ്പിക്കുന്നത് ഈ കാര്യം പഠിപ്പിക്കാനാണ് ഓർക്കുന്നത്. ജീസസ് ഈസ് സെയിം യെസ്റ്റർഡേ ടുഡേ ആൻഡ് ഫോർ എവർ. അടുത്ത സെന്റൻസ് ഇത് ഇവിടുന്ന് വായിച്ചു. Do not be carried about with various and strange doctrines. Yeah. For it മതി. ഡു നോട്ട് അതിന് മുമ്പുള്ള സെന്റൻസ് വായിക്കാം. എന്നാൽ അതിന്റെ Jesus Christ is the same yesterday, today and forever. Yeah. Do not be carried about with അതായത് തന്നെ നമ്മൾ ഇത്തിരി ഒന്ന് പാരാഫ്രൈസ് ചെയ്താൽ 1-ാം നൂറ്റാണ്ടില് എന്തൊക്കെ ഡോക്ട്രിൻ ഉണ്ടോ അതല്ലാതെ ഉള്ള എല്ലാ ഡോക്ട്രിനും സ്ട്രേഞ്ച് ഡോക്ട്രിനാണ്. കാരണം ജീസസ് ഈസ് സെയിം യെസ്റ്റർഡേ ടുഡേ ആൻഡ് ഫോർ എവർ. അതുകൊണ്ട് അന്നില്ലാത്ത, അതുകൊണ്ട് സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു ഡോക്ടറിലേക്കും പോകരുതെന്ന് പറഞ്ഞാൽ, കാരണം ജീസസ് 1-ാം നൂറ്റാണ്ടിലുള്ള അതേ ജീസസ് അതുപോലെ തന്നെ ഇപ്പോഴും ഇരിക്കുന്നത്. അതുകൊണ്ട് ഈ കർത്താവ് 1-ാം നൂറ്റാണ്ടിൽ അപ്പസ്തലന്മാരെ പഠിപ്പിക്കാത്ത ഒരു എന്തൊക്കെ ഡോക്ടറിൻ ഉണ്ട് ഇതെല്ലാം സ്ട്രേഞ്ച് ഡോക്ടറിനാണ്. അപ്പൊ ഇവിടെ തിമോത്തിയോസിനോട് എന്താ പറഞ്ഞിട്ട് പോയെ? ഈ എഫേസോസിൽ എന്ത് പരിപാടിയുണ്ട്? കാര്യം ഭയങ്കര നല്ല ഫൗണ്ടേഷൻ ഇട്ട ചർച്ച. പോള് ഫൗണ്ടേഷൻ ഇട്ട പോളോട് 3 വർഷം താമസിച്ചു. ബട്ട് കുറെ കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ എന്തൊക്കെ കയറി വന്നു തുടങ്ങി? സ്ട്രേഞ്ച്. ഇത് തന്നെ നോക്ക് ക്രിസ്ത്യൻഡത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇതിനെ സ്റ്റോപ്പ് ചെയ്തില്ലെങ്കിൽ ഇത് വരും. അല്ല നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു പോസിറ്റീവ് അപ്രോച്ച് കൊണ്ട് ക്രിസ്ത്യാനിറ്റി ഓടിയെത്തിക്കാൻ പറ്റത്തില്ല. ഇതിനകത്ത് റൈറ്റ് ആയിട്ടുള്ളത് പഠിപ്പിക്കുകയും ചെയ്യണം, പഠിക്കുകയും ചെയ്യണം. തെറ്റായിട്ടുള്ളത് പഠിപ്പിക്കാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്താലേ യു വിൽ ബി എ ഗുഡ് സെർവന്റ് ഓഫ് ദി ലോർഡ്. കാരണം എന്തെങ്കിലുമൊക്കെ കാണിച്ച അതുകൊണ്ട് ക്രിസ്ത്യൻ ലൈഫ് യു ക്യാൻ സേ ഇറ്റ്സ് എ ബിറ്റ് ടഫ്. കാരണം ഇപ്പം സ്ട്രേഞ്ച് ഡോക്ട്രിൻ ഇപ്പോൾ ഒരാൾ പഠിപ്പിക്കുകയാണെങ്കിൽ പോള് പറയുകയാണ് ഷുഡ് സ്റ്റോപ്പ് ഇറ്റ്. അപ്പം ടൈറ്റസ് എടുക്കുമ്പോൾ അതിൻ്റെ 10 തുടങ്ങി വായിക്കുമ്പോൾ 1:10 തുടങ്ങി വായിക്കുമ്പോൾ, കാരണം അനുസരണമില്ലാത്തവരും വ്യർത്ഥഭാഷണം നടത്തുന്നവരും വഞ്ചകരുമായ വളരെ ആളുകൾ അവിടെയുണ്ട്. എവിടെയുണ്ടെന്ന് പറയാം. ഇത് വേറെ സ്ഥലം, തീത്തോസാ. എവിടെയാ? ക്രേത്തിൽ എവിടെയാ? അവിടുത്തെ സിറ്റി കൗൺസിലുണ്ടെന്നാണ്. ആ ക്രേറ്റിലെ സഭയിലെ കാര്യം പറഞ്ഞേക്കുന്നത് 100% ഒരു സംശയമില്ലാത്ത കാര്യം. കാരണം അനുസരണം ഇല്ലാത്തവരും വ്യർത്ഥഭാഷണം നടത്തുന്നവരും വഞ്ചകരുമായ വളരെ ആളുകൾ അവിടെ ഉണ്ട്. വായിച്ചപ്പോ വളരെ ആളുകൾ അവിടെ ഉണ്ട്, പ്രത്യേകിച്ച് പരിച്ഛേദനവാദികൾ. അവരെ നിശബ്ദരാക്കണം. അതെ. സി നോക്ക്, ഇവരുടെയൊക്കെ മിഷൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പൊ തീത്തോസിന് പറയാണ് യു ആർ ടു ഇംഗ്ലീഷ് എന്ന് വായിക്കും 10ാം സെന്റൻസ്. For there are many insubordinate, both idle talkers and deceivers, especially those of the circumcision, whose mouths must be stopped. Whose mouths must be stopped. അപ്പൊ നമ്മുടെ ജീവിതത്തില് നോക്ക്, നമ്മളൊരു കറക്റ്റ് ഡോക്ടറിനായിട്ടൊരു സഭയായിട്ട് പോകണമെങ്കിൽ നോക്ക്, ഈ
സ്ട്രേഞ്ച് ഡോക്ട്രിൻസിനെ നമ്മൾ ഫിൽട്ടർ ഔട്ട് ചെയ്തില്ലെങ്കിൽ നമ്മളും ഗ്രാജുവലി ഇത് എന്താ പറയുന്നത് മിക്സ്ഡപ്പ് ആയി പോകും. അതാണ് തിമോത്തിയോസിനോട് പറയുന്നത്. അങ്ങനെ പഠിപ്പിക്കുന്ന കുറേ ആൾക്കാർ അവിടെ ഉണ്ട്. അവരെ ആ ഉദ്യമത്തിൽ നിന്ന് പിന്നെ സ്ട്രേഞ്ച് ഡോക്ട്രിൻസ് ഇപ്പം നമ്മുടെ എല്ലാ ഡോക്ടറിനും ഓപ്പോസിറ്റ് ഉണ്ട് ലോകത്തിൽ. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഞാൻ ചിന്തിക്കുകയത് ഈ ലോകത്തിലെ വിശ്വാസികളിൽ ഒരു മോർ ദാൻ 50% വിശ്വാസികൾ രക്ഷിക്കപ്പെട്ടെന്ന് പറയുന്നതിൽ മോർ ദാൻ 50% ആൾക്കാർ വിശ്വസിക്കുന്ന ഒരു ഡോക്ടറിനാണ് പ്രീ ഡെസ്റ്റിനേഷൻ. പ്രീ ഡെസ്റ്റിനേഷൻ എന്ന് പറയുമ്പോൾ ഒരു സാധാ വിശ്വാസിക്ക് ഇവിടെ ഇരിക്കുന്ന ഞാൻ ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ മോസ്റ്റ്ലി സാധാരണ ഉള്ളവർക്ക് ആകെ അറിയാവുന്ന പ്രീ ഡെസ്റ്റിനേഷനും എറ്റേണൽ സെക്യൂരിറ്റി ഓഫ് സാൽവേഷനും ഇത് രണ്ടും കേട്ടിട്ടുണ്ട് അല്ലേ? ഒരു മുൻനിർണയം, പിന്നെ രക്ഷ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകില്ല, ഈ രണ്ട് കാര്യം കേട്ടിട്ടുണ്ട്. ബട്ട് ഇതൊരു ഒരു ഡോക്ടറിനൽ പാക്കേജാണ്. കേട്ടിട്ടുണ്ടാവും ഇത് പഠിപ്പിക്കുന്നത്. ഇത് 3-4 എണ്ണമുള്ള ഒരു പാക്കേജ്. അത് കേട്ടിട്ടില്ലേ? ടുലിപ്പ് എന്ന് പറയുന്നത്. അതായത് ടുലിപ്പ് ഷോർട്ട് ഫോമാണ് TULIP. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇത് മുൻനിർണയം മാത്രമല്ല, എറ്റേണൽ സെക്യൂരിറ്റി ഓഫ് സാൽവേഷൻ അല്ല, ഇതിനകത്ത് ഈ 5 കൂടെ കൂടിയ ഒരൊറ്റ സിംഗിൾ പാക്കേജാണ്. അതിൽ ടുലിപ്പിൽ T എന്ന് പറയുന്നത് ടോട്ടൽ ഡിപ്രേവിറ്റി ഓഫ് മാൻ. അതായത് മനുഷ്യന് പാപം ചെയ്തു, ഇനി അതായത് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഇൻകേപ്പബിളാ. ഇനി ദൈവം എനേബിൾ ചെയ്യുന്നവർക്ക് മാത്രമേ ഇതിന് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. കാരണം മനുഷ്യന് ടോട്ടൽ ഡിപ്രൈവ്ഡ്, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ടോട്ടലി ഡിപ്രൈവ്ഡ് ആയിപ്പോയി. ഇനി ആ നാശത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഒന്നും ചെയ്യാൻ മനുഷ്യന് പറ്റത്തില്ല. ഹൗ ഇറ്റ് ഈസ് റോങ്? കാരണം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ടോട്ടൽ ഡിപ്രൈവിറ്റി ഉണ്ടോ മനുഷ്യന്? ഇല്ലാന്ന് വെറുതെ നമ്മൾ പറഞ്ഞ പോലെ നമ്മളതിന് നോക്ക്. ഈ വചനത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റും. ഇഫ് യു ആർ ഗോയിങ് ടു ജെനിസിസ് ചാപ്റ്റർ 4 എടുത്താൽ പാപം ചെയ്ത് കഴിഞ്ഞിട്ടുള്ള അവസ്ഥയെക്കുറിച്ച് പറഞ്ഞത് ടോട്ടലി ഡിപ്രൈവ്ഡ് ആയെന്ന് പറയുമ്പോൾ 4 അധ്യായത്തിൽ അതിന്റെ മുഴുവൻ വായിക്കണ്ട, അറിയാവുന്ന സ്ഥലമായതുകൊണ്ട് 4-6-7 ഭാഗം ഒന്ന് വായിക്കും. കർത്താവ് കൈനോട് ചോദിച്ചു, നീ എന്തിനു കോപിക്കുന്നു? എന്തിന് മുഖം വീർപ്പിക്കുന്നു? നല്ലത് ചെയ്താൽ നീയും സ്വീകാര്യനാവുകയില്ലേ? നല്ലത് ചെയ്തില്ലെങ്കിലോ പാപമാകുന്ന ഭൂതം നിന്റെ വാതുക്കൽ പതിയിരിക്കുന്നുണ്ട്. അത് നിന്നിൽ നോട്ടമിട്ടിരിക്കുന്നു, പക്ഷെ നീ അതിനെ കീഴ്പ്പെടുത്തണം. നോക്ക്, അവിടെ കായനോട് പറയുകയാണ്, നീ നല്ലത് ചെയ്താൽ, ഇത് ഫോളൻ ഹ്യൂമൻ റൈസാണ്, നീ നല്ലത് ചെയ്താൽ മീൻസ് ഹി ക്യാൻ ഡു ദി ഗുഡ് തിങ്സ്. ടോട്ടൽ ഡിപ്രൈവിറ്റി ഇല്ല മനുഷ്യൻ പാപം ചെയ്ത് നഷ്ടപ്പെട്ടു പോയി. ബട്ട് അതിൽ നിന്ന് ദൈവത്തിലേക്ക് തിരിയാനുള്ള കഴിവും മാനസിക ശക്തിയും വിൽഫുള്ളായിട്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും മനുഷ്യന് നഷ്ടപ്പെട്ടിട്ടില്ല. അതല്ല കായനോട് പറയുന്നത്. ദൈവം പറയുന്ന ഇത്, നീ നല്ലത് ചെയ്താൽ സ്വീകാര്യനാവും, അല്ലെങ്കിൽ ടോട്ടൽ ഡിപ്രൈവിറ്റി ഇല്ല. കാരണം മനുഷ്യന് നല്ലത് ചെയ്ത് ദൈവത്തിലേക്ക് തിരിഞ്ഞ് നന്നായി വരാൻ പറ്റും. ഇപ്പം പൗലോസിന് കർത്താവ് പ്രത്യക്ഷപ്പെട്ടു. പൗലോസ് പിന്നീട് അതിനെക്കുറിച്ച് പറയുന്നില്ല, ആ സ്വർഗീയ ദർശനത്തോട് ഞാൻ അനുസരണക്കേട് കാട്ടിയില്ല. അപ്പൊ ടോട്ടൽ ഡിപ്രൈവിറ്റി എന്ന് പറയുന്നത് ബേസ്ലെസ് ആയിട്ടുള്ള കാര്യമാണ്. ദെൻ എന്താന്ന് പറയാ? അല്ല, അൺകണ്ടീഷണൽ ഇലക്ഷനാണ്. അൺകണ്ടീഷണൽ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ എല്ലാം ടോട്ടലി ഡിപ്രൈവ്ഡ് ആയിപ്പോയി, പാപം ചെയ്തെല്ലാം നശിച്ചുപോയി. ഇതില് ദൈവം കുറെ പേരെയൊക്കെ സെലക്ട് ചെയ്യും. ഒരു കണ്ടീഷനും ഇല്ല. ദൈവത്തിന് ഇഷ്ടമുള്ള കുറെ പേരെയൊക്കെ സെലക്ട് ചെയ്തെടുക്കും. അൺകണ്ടീഷണൽ ഇലക്ഷൻ, ഒരു കണ്ടീഷനും ഇല്ല. പക്ഷെ അങ്ങനെയാണ് നമ്മൾ ബൈബിളിൽ പഠിക്കുന്നത്. കർത്താവ് പറഞ്ഞേക്കുന്നത്, തന്നെ കൈക്കൊണ്ട് തന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാനുള്ള അവകാശം കൊടുത്തു. അത് അൺകണ്ടീഷണൽ അല്ല, കണ്ടീഷണൽ ഇലക്ഷൻ. കണ്ടീഷൻ ഇതാണ്, കർത്താവിനെ സ്നേഹിച്ച് കർത്താവിന് ജീവിതം കൊടുക്കുന്നവരാ ഇലക്റ്റഡ് ആകുന്നത്. അൺകണ്ടീഷണൽ ഇലക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇതൊരു ടോട്ടൽ പാക്കേജ്. ആൾക്കാർ എറ്റേണൽ സെക്യൂരിറ്റി ഓഫ് സാൽവേഷൻ, മുൻനിർണയം, ഈ 2 കാര്യം ഇത് കേൾക്കുന്നുള്ളൂ. അപ്പൊ ഇതില് അൺകണ്ടീഷണൽ ഇലക്ഷൻ എന്ന് പറയുമ്പോൾ ദൈവം കുറെ പേരെയൊക്കെ ഇങ്ങോട്ട് എടുക്കുകയെന്നല്ലാതെ അൺകണ്ടീഷണൽ അല്ല, ദൈവത്തിന്റെ ഇലക്ഷൻ കണ്ടീഷനല്ല. കാരണം കർത്താവ് എന്താ പറയുന്നത്? നമ്മൾ അവസാനം പറയുന്നത് മാനസാന്തരപ്പെട്ട് വിശ്വസിച്ച് രക്ഷ പ്രാപിക്കണം എന്നാ അല്ലെ? ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പറയുക, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവന് ശിക്ഷിക്കപ്പെടും. ദെൻ നമ്മൾ ജോൺ 3:36 വായിക്കുന്നുണ്ട്. അതായത് പുത്രനിൽ വിശ്വസിക്കുന്നവന് ജീവനുണ്ട്, വിശ്വസിക്കാത്തവനോ ജീവൻ കണ്ടെത്തുകയില്ല, ദൈവക്രോധം അവന്റെ മേലുണ്ട്. അപ്പോൾ ഈ അൺകണ്ടീഷണൽ ഇലക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ടോട്ടലി റോങ്. ദെൻ എല്ലാണ് ഇതിന് ഏറ്റവും ക്രൂരമായിട്ടുള്ള ഡോക്ടറിന്. ലിമിറ്റഡ് അറ്റോൺമെന്റ്, അതായത് കർത്താവ് എല്ലാവർക്കും വേണ്ടിയല്ല മരിച്ചേ, ഈ രക്ഷ പ്രാപിക്കാനിരിക്കുന്നവർക്ക് വേണ്ടി മാത്രമാണ് മരിച്ചതെന്ന്. അത് ഇത്തിരി ഒരു ക്രൂരതയാണ് കർത്താവിനെ കുറിച്ച് പറയുന്നത്. വേറെ 1 John 2 എടുക്കുമ്പോൾ അത് ദുഃഖകരം, അങ്ങനെ കർത്താവിനെ കുറിച്ച് തെറ്റിദ്ധാരണ വരുത്തുന്നത്.
ഇത് പ്രീച്ച് ചെയ്യുന്നവരെല്ലാം ഇത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതായത് ഹി ഡൈഡ് ഫോർ ദോസ് ഹു ആർ ഇലക്ടഡ്, അങ്ങനെയാണ് അവർ പറയുന്നത്. ഫസ്റ്റ് 1:2 സ്റ്റാർട്ടിംഗ് വായിച്ചു, പെട്ടെന്ന് വായിച്ചു. എന്റെ കുഞ്ഞുമക്കളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കാനാണ് ഞാൻ ഇത് എഴുതുന്നത്. എന്നാൽ ആരെങ്കിലും പാപം ചെയ്താൽ നമുക്ക് പിതാവിന്റെ സമീപം ഒരു മധ്യസ്ഥനുണ്ട്, നീതിമാനായ യേശു ക്രിസ്തു. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമാണ്. നമ്മുടെ മാത്രമല്ല സമസ്ത ലോകത്തിന്റെയും പാപങ്ങൾക്ക് പരിഹാരം. നമ്മുടെ മാത്രമല്ല സമസ്ത ലോകത്തിന്റെയും പാപത്തിന് പരിഹാരം. അതാണ് പറഞ്ഞത് ലിമിറ്റഡ് അറ്റോൺമെന്റ്. കുറെ പേർക്ക് വേണ്ടി കർത്താവ് മരിച്ചത്. ഇറ്റ് ഈസ് ട്രൂ. ഈ എല്ലാവർക്കും വേണ്ടി മരിച്ചെങ്കിലും എല്ലാവർക്കും അത് ഉപകാരപ്പെടുന്നില്ല എന്നുള്ളത് സത്യമാണ്. ഇറ്റ് ഈസ് ട്രൂ. അറ്റ് ദി സെയിം ടൈം ഹിസ് അറ്റോൺമെന്റ് ഈസ് ഫോർ എവരിബഡി. അതൊരു കർത്താവിനെ കുറിച്ച് വല്ലാത്തൊരു ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം പറയുന്നത്. അപ്പൊ ലിമിറ്റഡ് അറ്റോൺമെന്റ്. ദെൻ ഐ എന്താ? ഇറിവേഴ്സിബിൾ ഗ്രേസ്. അതായത് ഇറിവേഴ്സിബിൾ ഗ്രേസ് എന്ന് പറഞ്ഞാല് ഈ അൺകണ്ടീഷണൽ ഇലക്ട് ചെയ്തേക്കുന്ന ആൾക്കാര് അവർ രക്ഷിക്കപ്പെട്ടേ പറ്റൂ. ഗ്രേസ്, അവർക്ക് ഗ്രേസ് ഉണ്ട്. ഇറിവേഴ്സിബിൾ ഗ്രേസ് ആണത്. അപ്പം അവർ രക്ഷിക്കപ്പെട്ടേ പറ്റൂ. ആരെയൊക്കെ ദൈവം തീരുമാനിച്ചിട്ടുണ്ട്, ആരെയൊക്കെ അൺകണ്ടീഷണലായിട്ട് ദൈവം ഇലക്ട് ചെയ്തിട്ടുണ്ട്, അവർക്ക് ഇറിവേഴ്സിബിൾ, അവർക്ക് രക്ഷിക്കപ്പെട്ടേ പറ്റൂ. രക്ഷിക്കപ്പെടാതിരിക്കാൻ പറ്റത്തില്ല. ഇറിവേഴ്സിബിൾ ഗ്രേസ് ആണ്. അതൊരിക്കലും റിവേഴ്സിൽ ആകത്തില്ല. അതുകൊണ്ടാണ് ഈ ആൾക്കാർ പിന്നെ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാൻ പറ്റത്തില്ല. എന്ത് ചെയ്താലും നഷ്ടപ്പെട്ടു പോകത്തില്ല. അതേസമയം പോൾ പറയുന്നത് എന്താ? പോൾ പറയുന്നത്, ഞാൻ എന്നെ തന്നെ കാത്തു സൂക്ഷിച്ചില്ലെങ്കിൽ മറ്റുള്ളവരോട് സുവിശേഷം പറഞ്ഞാൽ ഞാൻ അയോഗ്യനായി തീരും. ദെൻ നമ്മൾ ഹീബ്രൂ 6:4 വായിച്ചു, ഈ സത്യത്തെക്കുറിച്ച് പരിജ്ഞാനം ലഭിച്ചവർ മനഃപൂർവ്വം പിന്മാറിപ്പോയാൽ പിന്നെ അവരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരിക അസാധ്യമാണ്. ദെൻ ആ ജോൺ ചാപ്റ്റർ 6 അനേക ശിഷ്യന്മാരെ പിന്മാറിപ്പോയി അല്ലേ? അപ്പൊ പറയാം അത് ശരിക്കും രക്ഷിക്കപ്പെട്ടില്ലായിരുന്നു. അങ്ങനെ പറഞ്ഞപ്പം ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ അത് ഇറിവേഴ്സിബിൾ ഗ്രേസ് എന്നല്ല. ഗ്രേസ് എപ്പോഴും കണ്ടീഷനില്ല. നമുക്ക് എങ്ങനെ ഗ്രേസ് കിട്ടുന്ന? എന്ത് കണ്ടീഷനില്ല? ഗ്രേസിലേക്ക് എങ്ങനെ പ്രവേശനം കിട്ടിയെന്ന് നമ്മൾ പറയുന്നത് മറക്കാൻ പാടില്ല. എന്റെ റെഫറൻസ് റോമൻസ് 5:2. അതായത് ഈ ഗ്രേസിലേക്ക് നമുക്ക് വിശ്വാസത്താലാണ് പ്രവേശനം കിട്ടിയത്. നമ്മൾ വിശ്വാസം ത്യജിച്ചാല് നമുക്ക് ഗ്രേസും ഇല്ല, ഒരു സാധനമില്ല. വിശ്വാസം ത്യജിക്കാൻ ആർക്ക് വേണമെങ്കിൽ ത്യജിക്കാൻ പറ്റും. നമ്മൾ പോൾ പറഞ്ഞു, ഞാൻ വിശ്വാസം കാത്തു സൂക്ഷിക്കുന്ന അല്ലേ? ഞാൻ കാത്തു സൂക്ഷിക്കേണ്ട ഒരു സാധനം വിശ്വാസം, അതല്ല ഓട്ടോമാറ്റിക്കലി നമ്മുടെ കൂടെ ഇരിക്കുന്ന സാധനമല്ല. സോ ഇറിവേഴ്സിബിൾ ഗ്രേസ്. ദെൻ പി പെർസ്യൂറൻസ് ഓഫ് ദി സെയിൻസ്. അതായത് ഈ ഇറിവേഴ്സിബിൾ ഗ്രേസ് അല്ല കേട്ടോ, ഇറസിസ്റ്റബിൾ ഗ്രേസ്. റെസിസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ദൈവം തിരഞ്ഞെടുത്താൽ രക്ഷിക്കപ്പെട്ടേ പറ്റൂ. ഇറസിസ്റ്റബിൾ ഗ്രേസ്. ദെൻ പി പെർസ്യൂറൻസ് ഓഫ് ദി സെയിൻസ്. അവരെ ദൈവം കാത്തു സൂക്ഷിച്ച് അവരെ സ്വർഗത്തിൽ കൊണ്ടുപോകും. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക. അതിൽ പറയുന്ന കുറെ ആൾക്കാരെ നാശത്തിനായിട്ട് തന്നെ ദൈവം സൃഷ്ടിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ചില വേർഡുകൾ ബൈബിളിലുണ്ട്. അതായത് റോമൻസ് 9 എടുക്കുമ്പോൾ ബൈബിള് ഫസ്റ്റ് ഓഫ് ഓൾ അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ചിന്തിച്ചേ ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനം, ദൈവജ്ഞാനം ഇല്ല. ദൈവത്തെ കുറിച്ചുള്ള ജ്ഞാനം എന്ന് പറയുന്നത് എന്താ? ദൈവം എല്ലാ മനുഷ്യരും രക്ഷിക്കപ്പെടണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ഇത് വേറെ എന്തെല്ലാം വേർഡുകൾ എവിടെ എന്തൊക്കെ കണ്ടാലും ഈ ടൈറ്റിലിന്റെ അണ്ടറിൽ നമ്മൾ അതിനെ വായിക്കാവുള്ളൂ. എല്ലാ മനുഷ്യരും രക്ഷ പ്രാപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അപ്പൊ ഇതിൽ റോമൻസ് 9 അതിന്റെ 20 തുടങ്ങി വായിക്കുമ്പോ 19 തുടങ്ങി വെച്ചു. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിച്ചേക്കാം, എന്നിട്ട് എന്തിന് കുറ്റപ്പെടുത്തുന്നു? കാരണം അവന്റെ തിരുമനസ്സിനെ ചെറുക്കാൻ ആർക്ക് കഴിയും? ദൈവത്തോട് മറുചോദ്യം ചോദിക്കാൻ മനുഷ്യനായ നീ ആര്? നീ എന്തിനെന്നെ ഇങ്ങനെ ഉണ്ടാക്കി എന്ന് മെനഞ്ഞവനോട് മെനയപ്പെട്ടത് ചോദിക്കുമോ? ഒരേ കളിമണ്ണ് കൊണ്ട് തന്നെ ശ്രേഷ്ഠമായ ഉപയോഗത്തിനും ഹീനമായ ഉപയോഗത്തിനും പാത്രങ്ങൾ ഉണ്ടാക്കാൻ കുശവൻ അവകാശമില്ലേ? ദൈവം തന്റെ ക്രോധം പ്രകടിപ്പിക്കാനും ശക്തി വെളിപ്പെടുത്താനുമുള്ള ഇച്ഛയാൽ നശിപ്പിക്കപ്പെടാനുള്ള ക്രോധപാത്രങ്ങളെ ക്ഷമാപൂർവം ദീർഘകാലം സഹിച്ചെങ്കിലെന്ത്? അതിനകത്ത് ആക്ച്വലി അതിന് ആൻസർ ഉണ്ട്. ദൈവം തന്റെ ക്രോധം പ്രകടിപ്പിക്കാനും ശക്തി വെളിപ്പെടുത്താനുമുള്ള ഇച്ഛയാൽ നശിപ്പിക്കപ്പെടാനുള്ള ക്രോധപാത്രങ്ങളെ ക്ഷമാപൂർവം ദീർഘകാലം സഹിച്ചെങ്കിൽ എന്ത്? അപ്പൊ ഇതിനകത്ത് നോക്ക്, ഈ നമ്മൾ ആദ്യം ചിന്തിച്ച പോലെ തന്നെ എല്ലാ മനുഷ്യനും രക്ഷ പ്രാപിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ ഹിതമാണെന്നുള്ളതിന്റെ അടിയിൽ ഇത് വായിച്ചാല് ഇത്തിരി ഒരു
എന്താ പറയുന്നത്, ശരിയായിട്ട് മനസ്സിലാക്കിയാലേ കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ, കാള വിറ്റു കയറെടുത്തു എന്ന് പറയുന്ന പോലെ പലരും പല ഡോക്ടറിലും എത്തിപ്പെടുന്നു. ഒരു വചനം എടുത്തു, അവിടെ അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്, ഇവിടെ ഇങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നു. ഇതിന്റെ റൂട്ടിൽ നിന്ന് പഠിച്ചാൽ ഇതിനകത്ത് ഒരു സംശയം ഉണ്ടാകത്തില്ല. അപ്പൊ ഇതിനകത്ത് ഈ നശിപ്പിക്കപ്പെടാനുള്ള ക്രോധപാത്രങ്ങളെ ക്ഷമാപൂർവം, അപ്പൊ ഈ നശിപ്പിക്കപ്പെടാനുള്ള ക്രോധപാത്രങ്ങൾ ആരാ? നശിപ്പിക്കപ്പെടാനുള്ള ക്രോധപാത്രങ്ങളാ. അതിന് ദൈവം ക്ഷമിച്ചിങ്ങനെ കൊണ്ടെടുക്കുക. അപ്പൊ അവരെ ആരെയും നശിപ്പിക്കപ്പെടാനുള്ള ക്രോധപാത്രങ്ങൾ അല്ല, ഈ വിശ്വാസത്തിലേക്ക് വരാത്തവരാ. കാരണം ഈ ഓപ്പൺ കോളുണ്ട്, വിൽഫുള്ളി അതിനെ തള്ളിക്കളയുന്നവരെല്ലാം നശിപ്പിക്കപ്പെടാനുള്ള ക്രോധപാത്രങ്ങൾ. അല്ല, ദൈവം കുറെ പേരെ നശിപ്പിക്കപ്പെടാനുള്ള ക്രോധപാത്രങ്ങളാക്കി വെച്ചേക്കുന്നതല്ല. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ദൈവത്തിന് ഇനി ഒത്തിരി ഈവിൽ പ്രൊഫസീസ് ഉണ്ട് ലോകത്തിൽ, ഇല്ലേ? അന്തിക്രിസ്തു വരും, അന്തിക്രിസ്തു വരാതിരിക്കുമോ? ആരോ പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞ കേട്ടിട്ടുണ്ട്, അന്തിക്രിസ്തുവിനെ അയക്കരുത് എന്ന് ലോകത്തിലേക്ക്, അന്തിക്രിസ്തുവിനെ വിടരുത് കർത്താവേന്ന്. സോ അന്തിക്രിസ്തു വരും, ഇവിടെ ലോലെസ്നെസ് വരും, ഇവിടെ എന്താ പറയുക വിശ്വാസത്യാഗം സംഭവിക്കും. ഇതെല്ലാം സംഭവിക്കും. കാരണം ഇത് എഴുതിയേക്കുന്ന കാര്യങ്ങളാണ്. കാരണം ദൈവം നിശ്ചയിച്ചേക്കുന്ന ദൈവത്തിന്റെ സർവ്വ സ്വാതന്ത്ര്യത്തില്. പക്ഷെ അറിയേണ്ട ഒരു കാര്യം, ഈ ഈവിൾ പ്രൊഫസീസ് ഫുൾഫിൽഡ് ആണെങ്കിൽ ഗോഡ് ഈസ് ഇൻ നീഡ് ഓഫ് പീപ്പിൾ. ആം ഐ കറക്റ്റ്? ഇതിന് ആൾക്കാർ ആവശ്യമുണ്ടോ? ഉണ്ട്. അപ്പൊ ഇതിനകത്ത് ഈ ക്രോധപാത്രങ്ങൾ ദൈവത്തിന് ആവശ്യമുണ്ട്. അപ്പൊ ക്രോധപാത്രങ്ങളെ ദൈവം സൃഷ്ടിച്ചതല്ല, നമ്മൾ ആ ലിസ്റ്റിലേക്ക് എൻറോൾഡ് ആകുന്നതാണ്. സിമ്പിൾ ആയിട്ടുള്ള കാര്യം. ഇത് ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്, അതുകൊണ്ട് പറയുന്നതാണ്. ദൈവം ക്രോധപാത്രങ്ങളെ സൃഷ്ടിച്ചതല്ല, നമ്മൾ തന്നെ ആ ലിസ്റ്റിലേക്ക് നമ്മൾ എൻറോൾ ചെയ്ത് അതിനകത്ത് ശരി എന്നെ ഇതിനു വേണ്ടി ഉപയോഗിച്ചോളാൻ പറഞ്ഞ് നമ്മൾ അതിലേക്ക് എൻറോൾ ചെയ്ത് കൊടുക്കുന്നതാണ്. അതായി പറഞ്ഞേക്കുന്നത്, ദൈവം തന്റെ ക്രോധം പ്രകടിപ്പിക്കാനും ശക്തി വെളിപ്പെടുത്താനുമുള്ള ഇച്ഛയാൽ നശിപ്പിക്കപ്പെടാനുള്ള ക്രോധപാത്രങ്ങളെ ക്ഷമാപൂർവ്വം ദീർഘകാലം സഹിച്ചെങ്കിലും ഇതിനെ സഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഒത്തിരി ഈവൽ പ്രൊഫസീസ് ദൈവത്തിന് ഫുൾഫിൽ ചെയ്യാനുണ്ട്. അതിനു വേണ്ടിയിട്ട് ഇവരെ ജീവിപ്പിച്ച് ഇവരെ കൊണ്ടുവരുന്നേ പറ്റൂ. ഇപ്പോൾ ഈ പ്രൊവേർബ്സ് 16:4 എടുക്കുമ്പോൾ ഓരോന്നും ഓരോ ആവശ്യത്തിനായി കർത്താവ് സൃഷ്ടിച്ചിരിക്കുന്നു, ദുഷ്ടർ പോലും അനർത്ഥ ദിവസത്തിന് വേണ്ടിയാണ്. അപ്പൊ ദുഷ്ടരെ കൊണ്ട് ആവശ്യമുണ്ട്. ഈ ദുഷ്ടരെ ദൈവം സൃഷ്ടിച്ചേക്കുന്നതല്ല, അതായത് നമ്മൾ ദുഷ്ടരുടെ ലിസ്റ്റിലേക്ക് നമ്മൾ തന്നെ എൻറോൾ ചെയ്തേക്കുന്നത്. അപ്പോഴാണ് നമ്മൾ ആ ലിസ്റ്റിലാകുന്നത്. ഓക്കെ, കാരണം അതേ പറയും, നമ്മൾ ഒരു വചനം എടുത്തിട്ട് അതിന്റെ ബേസിൽ കുറെ ഡോക്ടറിൻസ് ഉണ്ടാക്കി ശരിയാത്തില്ല. ബൈബിളിന് ഒരു ഓൾസം ടീച്ചിങ് ഉണ്ട്. ഇറ്റ്സ് ജെനിസിസ് ടു റെവലേഷൻ. ദൈവത്തെക്കുറിച്ച് ഒരു ടീച്ചിങ് ഉണ്ട്. ദൈവത്തിന്റെ ഒരു ക്യാരക്ടർ, ദൈവം ദീർഘക്ഷമാലുവും കാരുണ്യവാനും സ്നേഹവാനുമാണ്. ദൈവത്തിന്റെ ക്യാരക്ടർ മാറ്റാൻ പറ്റത്തില്ല. ദൈവം ഒന്ന് വായിക്കോ, ഈ എക്സോഡസ് 34:6 ഒന്ന് വായിക്കോ. കാരണം ദൈവത്തിന്റെ ക്യാരക്ടർ എല്ലാം അവിടെ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് പെടുന്ന കാര്യങ്ങൾ ഇത് 34:6 വായിക്കുമ്പോൾ, And the Lord passed before him and proclaimed, the Lord God, merciful and gracious. So Lord is merciful, gracious, long-suffering, and abounding in goodness and truth, yeah, keeping mercy for thousands, keeping mercy, yeah, forgiving iniquity and transgression and sin, by no means clearing the guilty, visiting the iniquity of the fathers upon the children and the children's children to the third and fourth generation. 34:6 എക്സോഡസ്. കർത്താവ് ഉദ്ഘോഷിച്ചു, കർത്താവ് കാരുണ്യവും പ്രസാദവും ഉള്ള ദൈവമാകുന്നു, ക്ഷമയും അചഞ്ചല സ്നേഹവും വിശ്വസ്തതയും നിറഞ്ഞവനാകുന്നു, ആയിരങ്ങളോട് അചഞ്ചല സ്നേഹമുള്ളവൻ, അധർമ്മവും അതിക്രമവും പാപവും പൊറുക്കുന്നവൻ. എന്നാൽ കുറ്റക്കാരെ വെറുതെ വിടാതെ അവരുടെ മക്കളെയും മക്കളുടെ മക്കളെയും അങ്ങനെ മൂന്നാമത്തെയും നാലാമത്തെയും തലമുറകളെയും ശിക്ഷിക്കുന്നവൻ. ഉടനെ മതി. അപ്പൊ ഇതില് നോക്ക്, കർത്താവിന്റെ ഈ ക്യാരക്ടർ നോക്ക്. കർത്താവ് വീണ്ടും നമ്മൾ ന്യൂ ടെസ്റ്റമെന്റ് വായിക്കുന്ന എല്ലാ മനുഷ്യനും രക്ഷ പ്രാപിക്കണമെന്ന് സത്യത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ എത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അപ്പൊ ഇതിനകത്ത് കുറെ പേര് ദൈവം ദുഷ്ടപാത്രങ്ങളായിട്ട് നേരത്തെ ഉണ്ടാക്കിയതല്ല. അവനവന് ദൈവം തന്ന അവസരങ്ങളെ നിഷേധിച്ച് കളഞ്ഞ് തള്ളിക്കളഞ്ഞ് അവര് ഈ ദുഷ്ടപാത്രങ്ങളുടെ ലിസ്റ്റിലാകുന്നതാണ്. നമുക്ക് ഒരു വേർഡ് വായിച്ചുകൊണ്ട് അവസാനിപ്പിക്കുക. ആക്ട്സ് 13 എടുക്കുമ്പോൾ നമ്മൾ ചിന്തിച്ചൊരു കാര്യം, സ്ട്രേഞ്ച് ഡോക്ട്രിൻസ് നമ്മളത്
എന്താ പറയുന്നത്, അതിൽ നമ്മൾ തന്നെ കാത്തു സൂക്ഷിക്കണം. കാരണം അത് ലോകത്തിലെ പഠിപ്പീരുകൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. 13:47 വായിക്കുമ്പോൾ, കർത്താവ് ഞങ്ങളോട് ഇപ്രകാരം കൽപ്പിച്ചിരിക്കുന്നു, ഭൂമിയുടെ അറ്റം വരെ രക്ഷ എത്തിച്ചു കൊടുക്കാൻ വിജാതിയർക്ക് ഒരു വെളിച്ചമായി നിന്നെ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു. വിജാതിയർ ഇത് കേട്ട് സന്തോഷിച്ചു. അതിന് മുമ്പുള്ളത് 46. പൗലോസും ബർന്നബാസും സധൈര്യം അവരോട് പറഞ്ഞു, ദൈവവചനം ആദ്യമായി നിങ്ങളോടാണ് പ്രസംഗിക്കേണ്ടത്. എന്നാൽ നിങ്ങൾ അത് നിരാകരിക്കുകയും നിത്യജീവന് നിങ്ങളെ അനർഹരാക്കി തീർക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഇതാ ഞങ്ങൾ വിജാതീയരിലേക്ക് തിരിയുന്നു. അതായത് ഇത് വളരെ നമ്മളുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നു പതിക്കേണ്ടതാണ്. ഇത് ദൈവത്തിന്റെ മെത്തഡോളജിയാണ്. ഈ ദൈവവചനം ആദ്യമായിട്ട് നിങ്ങളോടാണ് പ്രസംഗിക്കേണ്ടത്. യഹൂദരോടായിരുന്നു. ഇപ്പൊ നമ്മളൊക്കെ ദൈവവചനം കേട്ടു, എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റി കിട്ടുന്നു. എന്നാൽ നിങ്ങളത് നിരാകരിക്കുകയും, നിരാകരിച്ച കൺസിക്വൻസ് എന്താ? നിത്യജീവന് നിങ്ങളെ തന്നെ അനർഹരാക്കി തീർക്കുകയും ചെയ്യുന്നത് കൊണ്ട്, അപ്പോൾ ഈ നിരാകരിച്ച് നിത്യജീവന് അനർഹരാക്കി തീർക്കപ്പെടുന്നവരാണ് ദുഷ്ടര്. അപ്പൊ അവരെ ദൈവം പെട്ടെന്ന് അങ്ങ് കൺസ്യൂം ചെയ്യുമല്ല, അവരെ വെച്ച് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട് ദൈവത്തിന്. അതിനകത്ത് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ദുഷ്ടരെ കുറിച്ചുള്ള പ്രൊഫസീസ് ഫുൾഫിൽഡ് ആകുന്നതിൽ കർത്താവെ നമ്മൾ ഉപയോഗിക്കപ്പെടരുത്. എന്നാൽ കരുണാപാത്രങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം നിറവേറ്റാൻ നമ്മൾ ഉപയോഗിക്കണമെന്ന് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണ്ടേ. കർത്താവെ, ഞങ്ങൾ ഒരിക്കലും നമ്മളോട് ഉള്ള കരുണ പിൻവലിക്കരുത്. കർത്താവിന്റെ കരുണയുടെ ആ കരത്തിന്റെ കീഴിലാണെങ്കിൽ ദൈവം നമ്മളെപ്പോഴും രക്ഷിക്കും. ഇപ്പൊ നമ്മൾ ചിന്തിച്ചതാ ദുഷ്ടർ അനർത്ഥ ദിവസത്തിനായിട്ടാണ്. അപ്പൊ ഈ ദുഷ്ടരെന്ന് പറയുന്നത് ഈ അവസരം തള്ളിക്കളഞ്ഞ് തങ്ങളെ തന്നെ നിത്യജീവന് അനർഹരാക്കുന്നവരാണ് ദുഷ്ടരല്ല. ദൈവം ആരെയും ദുഷ്ടരായിട്ട് സൃഷ്ടിച്ചിട്ടില്ല. ദുഷ്ടരെ ദൈവം ക്ഷമാപൂർവ്വം കാത്തു അല്ല അവരെ പ്രിസർവ് ചെയ്യുന്നത്. ഒത്തിരി ഈവിൾ പ്രൊഫസീസ് ഇനി ഫുൾഫിൽഡ് ആകാനുണ്ട്. നമുക്ക് അന്തിക്രിസ്തുവിന്റെ കൂടെ ഒത്തിരി ആൾക്കാർ കാണും. ഒത്തിരി കാര്യങ്ങൾ ഇനി ഫുൾഫിൽഡ് ആകാനുണ്ട്. ഒരു സെന്റൻസോടെ ആ ദുഷ്ടനെ കുറിച്ച് എഴുതി. ഇതോടെ അതുമായിട്ട് കണക്റ്റഡാ. ഐസിയ 54 അതിന്റെ 16 വായിക്കുമ്പോ പവന്ന് വയ്ക്കും. കൽക്കരിക്കണൽ ഊതി ഓരോ ഉദ്ദേശത്തിനുമുള്ള ആയുധങ്ങൾ നിർമ്മിക്കുന്ന ഇരുമ്പ് പണിക്കാരനെ സൃഷ്ടിച്ചത് ഇതാ ഞാനാണ്. നാശം ചെയ്യാൻ വിനാശകനെ സൃഷ്ടിച്ചതും ഞാൻ തന്നെ. അതെ, അപ്പൊ നാശം ചെയ്യാൻ വിനാശകനെ സൃഷ്ടിച്ചതും ഞാൻ തന്നെ എന്ന് പറഞ്ഞേക്കുന്ന പോലെ തന്നെയുള്ളൊരു കാര്യമാണ്. അതായത് ദുഷ്ടപാത്രങ്ങളെ അല്ലെങ്കിൽ ക്ഷമാപൂർവം, കാരണം ദൈവത്തിന് ദുഷ്ടനെ കൊണ്ട് ആവശ്യമുണ്ട്, തീർച്ചയായിട്ടും ആവശ്യങ്ങളുണ്ട്. അപ്പൊ ഇനി അന്തിക്രിസ്തു വരാനുണ്ട്, അന്തിക്രിസ്തുവിന്റെ കാര്യങ്ങളുണ്ട്, ഇതെല്ലാം നടക്കും. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, അവർ വചനത്തെ നിരാകരിച്ച് തങ്ങളെ തന്നെ അയോഗ്യരാക്കി അങ്ങനെ നിത്യജീവനെ തള്ളിക്കളയുന്നവരാണ് ദുഷ്ടര്. അവർ ദൈവം നേരത്തെ സൃഷ്ടിച്ചു വെച്ചേക്കുന്നതല്ല, നമ്മൾ അതിലേക്ക് എൻറോൾ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ചിന്തിച്ചൊരു കാര്യം, അതായത് സ്ട്രേഞ്ച് ഡോക്ട്രിൻസ് നമ്മൾ പഠിക്കാനും പറ്റത്തില്ല, പഠിപ്പിക്കാനും പറ്റത്തില്ല. അതിൽ നിന്നും ഇത് പഠിക്കലും ലോകത്തിൽ ഇസ് ഗോയിങ് ഓൺ. നമ്മൾ അതിൽ നിന്ന് നമ്മളെ തന്നെ കാത്തു സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മളും ഈ മിസ്റ്ററി ഓഫ് ലോലെസ്നെസ്സിൽ അറിയാതെ അതിൽ ചെന്ന് അന്തിക്രിസ്തുവിന്റെ വഴിക്ക് നമ്മൾ പെട്ടുപോകും. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ദൈവത്തിന്റെ വലിയ കൃപ നമ്മുടെ ജീവിതത്തിലോട്ട് പ്രവഹിക്കണമെങ്കിൽ എങ്ങനെ കർത്താവിനെ സ്നേഹിക്കണം എന്ന് എഴുതിയിരിക്കുന്നത്? അക്ഷയമായ. കർത്താവിനെ അറിഞ്ഞതിന് ശേഷം ഈ കർത്താവിനുള്ള സ്നേഹത്തിൽ ക്ഷയം സംഭവിച്ചിട്ടുണ്ടോ നമ്മുടെ ജീവിതം? നമ്മൾ ആത്മാർത്ഥമായിട്ട് ശോധന ചെയ്ത് ഇതിനകത്ത് നമ്മൾ പാസീവായിട്ടുണ്ട് അല്ലെങ്കിൽ ശ്രദ്ധിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് സംതിങ് വിച്ച് ഈസ് ടു ബി റിപ്പൻറ്റഡ്. കർത്താവിനോട് ക്ഷമ ചോദിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ, സോളമൻ പറഞ്ഞ പോലെ ഞാൻ പറയാം, നിരന്തരമായിട്ട് അന്വേഷിച്ചിട്ട് കണ്ടെത്താൻ പറ്റാത്തതെന്ന് പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഐ കനോട്ട് അണ്ടർസ്റ്റാൻഡ് ഹൗ സംബഡി ഈസ് ഫെയിലിംഗ് ഇൻ ലവിങ് ദി ലോർഡ്, ഹൗ വൺ ക്യാൻ ബിക്കം പാസീവ്. എങ്ങനെ ഒരാൾക്ക് ലൂക്വാമായി തീരാൻ പറ്റും? നമ്മളൊരു പാട്ട് പാടാണ്, സ്നേഹമാം നിന്നെ കണ്ടവൻ പിന്നെ പോസിബിൾ ആണോ? വാട്ട് യു സേ? പിന്നെ പറ്റുമോ? സ്നേഹമാം നിന്നെ കണ്ടവൻ പിന്നെ സ്നേഹിക്കാതെ ജീവിക്കാൻ പറ്റുമോ? എന്നൊരു നോ റിപ്ലൈ. സി, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, കർത്താവിനെ സ്നേഹിക്കാൻ പറ്റിയില്ല പിന്നെ നമ്മുടെ ജീവിതത്തിന് എന്താ മീനിങ് ഉള്ളത്? ഫ്രൂട്ട്ലെസ്. ഓക്കെ, നമുക്ക് പ്രാർത്ഥിക്കാം. ശരിയൊന്ന് പ്രാർത്ഥിക്കാം.